ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ച് പഠിച്ചു. സെക്കൻഡ് ചാപ്റ്ററിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ്സ് ഇൻ മാറ്റർ, അല്ലെങ്കിൽ മാറ്ററിൽ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ഉണ്ടാകുന്ന സമയത്ത് അതിൽ എന്തൊക്കെ വേരിയേഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ആ ഒരു ബോഡിയുടെ ഡയലക്ട്രിക് പ്രോപ്പർട്ടീസിൽ എന്തുണ്ടാവും, ഡയലക്ട്രിക് വയ്ക്കുന്ന സമയത്ത് പോളറൈസേഷൻ ഉണ്ടാവും. അപ്പോൾ നമ്മളത് മെയിൻലി പഠിച്ച ഒരു പോളറൈസേഷൻ എന്നൊരു കൺസെപ്റ്റാണ് ആ ഒരു ചാപ്റ്ററിൽ പഠിച്ചത്. അപ്പോൾ അവിടെ നമുക്ക് ആ ഒരു പോളറൈസേഷൻ വെക്ടർ ഒക്കെ പഠിച്ചു. നമുക്ക് മിക്കപ്പോഴും എക്സാമിനേഷൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ വെക്ടർ എഴുതാനൊക്കെ അറിഞ്ഞിരിക്കുക. പോളറൈസേഷൻ ടെൻസർ, വെക്ടറിലെ ടെൻസർ. ഓക്കെ, ഇതൊക്കെയായിരുന്നു നമ്മൾ ഫസ്റ്റും സെക്കൻഡ് ചാപ്റ്ററിലൊക്കെ നോക്കിയത്. അപ്പോൾ ഒരു കാര്യം ഇവിടെ രണ്ടിടത്തും ശ്രദ്ധിക്കണം, നമ്മളെല്ലാം പഠിച്ച സ്റ്റാറ്റിക് ഫീൽഡാണ്. ഇലക്ട്രോസ്റ്റാറ്റിക്, ആ സ്റ്റാറ്റിക് എന്ന വാക്കിനോട് ഇമ്പോർട്ടൻ്റ് ഉണ്ട്. കാരണം എന്താണ്? ഇലക്ട്രോസ്റ്റാറ്റിക്. അപ്പോൾ ഈ സ്റ്റാറ്റിക് എന്ന് വെച്ചാൽ എന്താണ്? മൂവിങ് ചാർജ് അല്ല, സ്റ്റേഷനറി ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ റെസ്റ്റ് ഇരിക്കുന്ന ചാർജസിനെ കുറിച്ചുള്ള സ്റ്റഡീസ് നമ്മൾ സ്റ്റാറ്റിക് എന്ന് പറയുന്നത്. സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി, സ്റ്റാറ്റിക് ചാർജ്, സ്റ്റാറ്റിക് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ, ഇതെല്ലാം ഈ ഒരു വാക്കിനൊരു സ്റ്റാറ്റിക് എന്ന് വെച്ചാൽ എന്താണ്? മൂവ്മെന്റ് ഇല്ലാത്തത്. അതാണ് നമ്മളിപ്പോൾ ചാർജ് എവിടെ കൂടി മൂവ് ചെയ്യുന്ന സമയത്തുള്ള ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ പറഞ്ഞിട്ടില്ല. ജസ്റ്റ് ഒരു സ്പിയറിന്റെ അടുത്ത്, ഈ ഒരു സ്പിയറിന്റെ അടുത്ത് നമ്മളൊരു ചാർജ്, സ്പിയർ കാരണം, സ്പിയറിലുള്ള ചാർജ് കാരണം ഈ പോയിന്റിൽ കിട്ടുന്ന ഇലക്ട്രിക് ഫീൽഡ്, അല്ലെങ്കിൽ ഈ ഒരു പോയിന്റിൽ കിട്ടുന്ന ഇലക്ട്രിക് ഫീൽഡ്. ഇവിടെ എന്തൊന്നുമില്ല, ഇതിനൊന്നും മൂവ്മെന്റ് ഇല്ല, എല്ലാം റെസ്റ്റിലാണ്. റെസ്റ്റിംഗ് പൊസിഷനിൽ ഇരിക്കുന്ന സമയത്തുള്ള ചാർജ് മാത്രമേ നമ്മൾ സ്റ്റഡി ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡ്, അല്ലെങ്കിൽ ഒരു സ്റ്റഡി ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ദ സിസ്റ്റം വെയർ ദ കറണ്ട് ആർ സ്റ്റഡി, അല്ലെങ്കിൽ കറണ്ട് സ്റ്റഡി ആയിട്ട് നിൽക്കുന്ന സമയത്ത് ജനറേറ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, അതൊരു കറണ്ട് കാര്യം കണ്ടക്ടർ ഉണ്ട്, ആ കറണ്ട് കാര്യം കണ്ടക്ടറിൽ കറണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യും. ഓക്കെ, വേരിങ് മാഗ്നറ്റിക് ഫീൽഡ് അല്ല, യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ചുള്ള സ്റ്റഡീസ് ആണ് മാഗ്നറ്റോ സ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത്. ഇനി ഇതിനെല്ലാം സ്റ്റാറ്റിക്സ് മാറ്റിയിട്ട് ഡൈനാമിക്സ് ആക്കുകയാണ്. ഇലക്ട്രോ ഡൈനാമിക്സ്, മാഗ്നറ്റോ ഡൈനാമിക്സ്, ഇങ്ങനെയൊക്കെ ആൾക്കാർ എന്താവും, അതെല്ലാം മൂവ്മെന്റിലുള്ള കേസ് ആവും. പിന്നെ നമുക്കിവിടെ മോഷൻ ബൈ കാര്യങ്ങളെ കൂടി ഡിറ്റർമിൻ ചെയ്യേണ്ടി വരും. ടോർക്ക്, മോഷൻ, ഇതെല്ലാം എന്ത് ചെയ്യേണ്ടി വരും? ഡിറ്റർമിൻ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതെല്ലാം സ്റ്റാറ്റിക് ആണ്. നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് ഈ ഒരു രണ്ട് ചാപ്റ്റർ കഴിഞ്ഞതിന് ശേഷം ഇത് നിങ്ങൾ പഠിക്കുന്ന ഓൾട്ടർനേറ്റീവ് കറണ്ട്, ദെൻ ട്രാൻസിയന്റ് കറണ്ട് എടുത്തില്ല, ഓൾട്ടർനേറ്റീവ് കറണ്ട് എല്ലാം എന്താണ്? അതെല്ലാം മൂവ്മെന്റിനെ കുറിച്ചുള്ള സ്റ്റഡീസ് ആണ്. അതുപോലെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, ഇതൊക്കെ വരുമ്പോൾ നമുക്ക് അവിടെ സ്റ്റാറ്റിക് ചാർജ് ആയിരിക്കത്തില്ല, കൂടുതലും വരുന്നത് എന്താണ്? മോഷനിലുള്ള അല്ലെങ്കിൽ ഒരു മൂവ്മെന്റ് ഉള്ള ചാർജസിനെ കുറിച്ചായിരിക്കും നമ്മൾ അവിടെ കൂടുതലും ഡീൽ ചെയ്യുന്നത്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഇനി മാഗ്നറ്റോ സ്റ്റാറ്റിക്സ് എന്ന ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. മാഗ്നറ്റോ സ്റ്റാറ്റിക്. First introduction ആയിട്ട്, what is magnetostatics? Magnetostatic is the study of magnetic field in a system where the current are steady, not changing with the time. അപ്പോൾ കറണ്ട് എന്ത് ചെയ്യുന്നില്ല, ചേഞ്ചിങ് ഇല്ലാത്ത രീതിയിലാണ്, സ്റ്റേഷനറി. ഇപ്പോൾ ഒരു കണ്ടക്ടർ എടുക്കുവാണ്, ഇതൊരു കണ്ടക്ടർ ആണെന്ന് വെച്ചാൽ ഈ കണ്ടക്ടറിൽ ഞാൻ എന്ത് ചെയ്തു, ഒരു കറണ്ട് കൊടുത്തിട്ടുണ്ട്, ഒരു വോൾട്ടേജ് കൊടുത്ത് കറണ്ട് ഒരു ബൈപ്പാസ് ചെയ്തു. അപ്പോൾ ഇതൊരു കറണ്ട് കാര്യം കണ്ടക്ടർ ആയതിന് എന്ത് ചെയ്യും, ഇതിന് ചുറ്റും എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഇങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ, ഫീൽഡ് ലൈൻസ് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ എന്ത് പറയുന്നത്? വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് അല്ല, കോൺസ്റ്റന്റ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഇത്തരത്തിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് എന്ത് പറയും? നമുക്ക് മാഗ്നറ്റോസ്റ്റാറ്റിക്സ് എന്ന് പറയും. കറണ്ട് ഇവിടെ എന്ത് ചെയ്യുന്നില്ല, ടൈമിനനുസരിച്ച് വേരിയിങ് ചെയ്യുന്നില്ല. കറണ്ട് ഡയറക്ഷനോ മാഗ്നിറ്റ്യൂഡോ എന്ത് ചെയ്യുന്നില്ല, വേരിയിങ് ചെയ്യുന്നില്ല, കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ തുടരുന്നുണ്ട് കറണ്ട്. ഇത്തരത്തിൽ വരുന്നതിനാണ് നമ്മൾ മാഗ്നറ്റോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഫസ്റ്റ് നമുക്ക് അറിയേണ്ടത് എന്താണ് കറണ്ട് ആണ്. അപ്പോൾ കറണ്ട് എന്ന് പറയുന്നത്, കറണ്ട് ഈസ് ദ മെഷർ ഓഫ് ചാർജ്, അല്ലെങ്കിൽ എത്രത്തോളം ചാർജ് പോകുന്നു, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ഇതൊക്കെ ഫസ്റ്റ് ടോപ്പിക് ആണ് കറണ്ട്. The current can be defined as the net charge flowing across a certain area per unit time. Per unit ടൈമിൽ ഒരു ഏരിയയിൽ കൂടി പാസ് ചെയ്ത് പോകുന്ന നെറ്റ് ചാർജിന്റെ ക്വാണ്ടിറ്റി നമ്മൾ എന്ത് പറയുന്നത്, കറണ്ട് എന്ന് പറയും. ഓക്കെ, ദാറ്റ് ഈസ് I is equal to Q by T എന്ന് പറയാം. നെറ്റ് ചാർജ് പെർ യൂണിറ്റ് ടൈം. Q എന്ന് വെച്ചാൽ എന്താണ്, ചാർജ് ആണ് ഇവിടുത്തെ. അപ്പോൾ ഇവിടെ ഇത് വേരിയിങ് ക്വാണ്ടിറ്റി അല്ല, അല്ലെങ്കിൽ di/dt എന്ന് പറഞ്ഞാൽ കറണ്ട് വേരിയിങ് ആവുന്നുള്ളൂ. ഓക്കെ, ഞാൻ ഫസ്റ്റ് പറഞ്ഞിട്ട് ഇവിടെ കമ്പാരിസൺ ചെയ്യരുത്, കാരണം അത് ഞാൻ പറഞ്ഞ ഈ ഒരു ടേംസ് ആണ്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഇലക്ട്രിക് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ്, അതാണ് ഇവിടെ പറഞ്ഞത്, di/dt. ഇവിടെ ഞാൻ എഴുതിയത് എന്താണ്, I is equal to Q by T. ചാർജ് വേരിയിങ് ചെയ്യുന്നു കണ്ടിന്യൂസ്ലി, ആ ഒരു ടൈമിനനുസരിച്ച് എന്ത് ചെയ്യുന്നു, ചാർജ് വേരിയിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചാർജ് വേരിയിങ് ചെയ്യുന്ന, അല്ലെങ്കിൽ ചാർജിന്റെ ഫ്ലോ ആണ് നമ്മൾ എന്ത് പറയുന്നത്, ഇവിടെ കറണ്ട് എന്ന് പറയുന്നത്. That is Q is the net charge flowing across a certain area in a time t. അപ്പോൾ ഇതൊരു യൂണിറ്റ് ഏരിയ ഞാൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ, യൂണിറ്റ് ഏരിയ എടുക്കുന്നു. അപ്പോൾ ഈ ഒരു ഏരിയയിൽ കൂടി അറ്റ് എ ടൈം ടിയിൽ എത്രത്തോളം ചാർജ് പോകുന്നു, ഞാൻ ഒബ്സർവ് ചെയ്തപ്പോൾ അറ്റ് എ ടൈം ടി ആയിരുന്നു, ആ ഒരു ടൈമിൽ എത്രത്തോളം ചാർജ് ഇത് കയറി പോകുന്നുണ്ട്. അപ്പോൾ അതിനൊരു ക്വാണ്ടിറ്റി ആണ് എന്താ പറയുന്നത്, ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് I is equal to Q by T. ഇതെന്തായിരിക്കും, ഒരു സ്റ്റഡി കറണ്ട് ഇക്വേഷൻ ആയിരിക്കും. സ്റ്റഡി കറണ്ട് കേസ് ആണ് I എന്ന് പറയുന്നത്. ഓക്കെ,
ഇവിടെ ചേഞ്ച് ഇല്ല. DI ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ കറണ്ടിന് ചേഞ്ച് വരത്തുള്ളൂ. ഇവിടെ എന്തില്ല, നമുക്കവിടെ ചേഞ്ച് ഇല്ല. ഇനി നമ്മുടെ ഈ ഒരു ഇലക്ട്രിക് കറണ്ടിന്റെ യൂണിറ്റ് അറിയാലോ, ആംബിയർ എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ആംബിയർ എന്നൊരു സയന്റിസ്റ്റിന്റെ പേരാണ്. അദ്ദേഹത്തിനോട് ബഹുമാനാർത്ഥം നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ആംബിയർ എന്ന യൂണിറ്റ് യൂസ് ചെയ്യുന്നത്. ആംബിയർ എ. ഇതിന്റെ കൂടെ സഫിക്സ് ആയിട്ട് മില്ലി ആംബിയർ ഒക്കെ യൂസ് ചെയ്യും. അത് നമുക്ക് അറിയാലോ, 10⁻³ മില്ലി ആംബിയർ, മൈക്രോ ആംബിയർ, ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, മാറ്റി എഴുതും. അതൊക്കെ ആ ഒരു പവർ ഇൻറ്റു 10⁻³ ഇൻറ്റു 10⁻6 ഇതുപോലത്തെ ക്വാണ്ടിറ്റി നമ്മൾ മിക്കപ്പോഴും പ്രാക്ടിക്കലിനൊക്കെ മൈക്രോ ആംബിയർ എന്നൊക്കെ ആയിരിക്കും എഴുതാറുള്ളത്. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് ക്വാണ്ടിറ്റീസ് ആംബിയറിലായിരിക്കില്ല, മൈക്രോ ആംബിയർ, മില്ലി ആംബിയറിലായിരിക്കും. അപ്പോൾ നമ്മൾ എക്സാമിനേഷൻ SI യൂണിറ്റ് എഴുതുന്ന സമയത്ത് ഈ മില്ലി ആംബിയർ, മൈക്രോ ആംബിയർ കറക്റ്റ് ആയിട്ട് എഴുതുക. ഓക്കെ, അല്ലാതെ നമുക്കിപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ കറണ്ട് എടുക്കേണ്ട ഇക്വേഷൻ തന്നിട്ട് റിസൾട്ട് ചില സമയത്ത് 5 ആംബിയർ എന്നൊക്കെ എഴുതി വെച്ചാൽ മതി. കാരണം 5 ആംബിയർ കിട്ടേണ്ട ഉത്തരം ആയിരിക്കത്തില്ല. അതെന്തായിരിക്കും, 5 ഇൻറ്റു 10⁻³ ആംബിയർ, 5 മില്ലി ആംബിയർ ഒക്കെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് എഴുതാം ഈ ആംബിയർ ഒക്കെ എഴുതുന്ന സമയത്ത്. ആ യൂണിറ്റ് ഒക്കെ കറക്റ്റ് ആയിട്ട് എഴുതാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആംബിയർ വരെ പറഞ്ഞു. അപ്പോൾ ഇനി എന്താണ് 1 ആംബിയർ എന്ന് നോക്കണം. ഡെഫിനിഷൻ നോക്കാം. That is, the 1 ampere of current is equal to 1 coulomb of charge passing through a surface in 1 second. അതായത് ഇതൊരു കണ്ടക്ടർ ഉണ്ട്. ഈ കണ്ടക്ടറിൽ കൂടി 1 സെക്കൻഡിൽ 1 കൂളം ചാർജ് പാസ് ചെയ്ത് പോയാൽ നമുക്ക് എന്ത് പറയാം, അവിടെ നമുക്ക് 1 ആംബിയർ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്തെന്ന് പറയാം. ഓക്കെ, അതായത് 1 ആംബിയർ കറണ്ട് എന്ന് വെച്ചാൽ എന്താണ്, 1 ആംബിയർ കറണ്ട് ഈസ് ഈക്വൽ ടു ദ 1 കൂളം പാസിംഗ് ത്രൂ എ സർഫസ് ഇൻ 1 സെക്കൻഡ്. 1 സെക്കൻഡിൽ 1 കൂളം ചാർജ് ഈ ഒരു സർഫസ് കൂടി പാസ് ചെയ്ത് പോയാൽ അവിടെ എന്ത് ചെയ്തു, 1 കറണ്ട് എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് that is 1 ampere is equal to 1 coulomb charge by 1 second. കേട്ടോ, ഇത് നമ്മൾ 1 ആംബിയർ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഇലക്ട്രോണിന്റെ ഫ്ലോയ്ക്ക് എന്താണ്, ഇക്വലന്റ് ആണ്. കാരണം മുമ്പൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഇലക്ട്രോണിന്റെ ഫ്ലോയ്ക്ക് ഓപ്പോസിറ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, എപ്പോഴും കറണ്ട് മൂവ് ചെയ്യുന്നത്. കറണ്ട് സ്കെയിലർ ക്വാണ്ടിറ്റി ആണ്, ബട്ട് അതിന്റെ ഡയറക്ഷൻ പറയുന്നത് എങ്ങനെയാണ്, ഇലക്ട്രോണിന്റെ ഫ്ലോയ്ക്ക് ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ ഇലക്ട്രോൺ ഈ ഒരു ഡയറക്ഷനിലോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു കണ്ടക്ടറിൽ ഇലക്ട്രോൺ ഇങ്ങോട്ടാണ് പോകുന്നത്, ഇങ്ങോട്ടാണ് ഇലക്ട്രോൺ വരുന്നത്. ഇനി കറണ്ട് എങ്ങനെയായിരിക്കും, കറണ്ട് തിരിച്ചുള്ള ഡയറക്ഷനിലായിരിക്കും, കറണ്ട് ഡയറക്ഷൻ. അത് നിങ്ങൾ ഇനി സ്വിച്ച് ഓഫ് ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വോൾട്ടേജ് ലോ, കറണ്ട് ലോ ഒക്കെ പഠിക്കാനുണ്ട്. നിങ്ങൾ ഈ ഒരു ടെക്സ്റ്റ് ഇപ്പോൾ കിടപ്പുണ്ട്, പക്ഷേ നിങ്ങൾക്ക് അതിപ്പോൾ ആവശ്യമില്ല, S5 വരുന്നത്. അപ്പോൾ ആ ഒരു ടൈം നിങ്ങൾ കറണ്ട് ഫ്ലോ അല്ലെങ്കിൽ ഡയറക്ഷൻ ഒക്കെ അവിടെ പഠിക്കും ഇലക്ട്രോണിക്സിൽ. ഓക്കെ, അപ്പോൾ കറണ്ടിന് നമുക്ക് അവിടെ ഡയറക്ഷൻ എടുക്കാം. ദാറ്റ് ഈസ് സ്കെയിലർ ക്വാണ്ടിറ്റി ആണെങ്കിൽ നമുക്ക് ഇലക്ട്രോണിന്റെ ഫ്ലോയുടെ ഓപ്പോസിറ്റ് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. ഓക്കെ, 1 ആംബിയർ പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഒരു ഇലക്ട്രോണിന്റെ ഫ്ലോയ്ക്ക് ഓപ്പോസിറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ 1 ആംബിയർ കറണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോൺ 1 ടൈം അല്ലെങ്കിൽ 1 സെക്കൻഡിൽ ഒരു ഇലക്ട്രോണിന്റെ ഫ്ലോയ്ക്ക് ഈക്വലന്റ് എന്ന് പറയാം. ദാറ്റ് ഈസ് 6.24 ഇൻറ്റു 10⁻18 ഇലക്ട്രോൺ പെർ സെക്കൻഡ്. ഓക്കെ, അപ്പോൾ പെർ സെക്കൻഡിൽ 6.24 ഇൻറ്റു 10⁻18 ഇലക്ട്രോൺസ് പോകുന്നതിന് തുല്യമാണ് അവിടെ 1 ആംബിയർ കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് ഡെഫിനിഷൻ അറിഞ്ഞിരിക്കുക. വാട്ട് ഈസ് കറണ്ട് അല്ലെങ്കിൽ ഡിഫൈൻ കറണ്ട് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു I is equal to dQ/dt എഴുതുക, അതിനുശേഷം 1 ആംബിയർ എന്ന് എഴുതുക, ഈക്വലന്റ് ടു 6.24 ഇൻറ്റു 10⁻18 ഇലക്ട്രോൺസ് പെർ സെക്കൻഡ്. എന്താണ് ഇത്, ഇക്വലന്റ് ആണ്. പിന്നെ ഡയറക്ഷൻ പറയുന്ന ഓപ്പോസിറ്റ് ഫ്ലോ ഓഫ് ഇലക്ട്രോണിന്റെ ഫ്ലോയ്ക്ക് ഓപ്പോസിറ്റ് ആണ് എന്ത് ചെയ്യുന്നത്, കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നോക്കാനുള്ളത്, പാർട്ട് ഈസ് കറണ്ട് എന്ന രീതിയിൽ. നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് കറണ്ട് ഡെൻസിറ്റി ആണ്. നമ്മൾ കറണ്ട് ചാർജ് ഡെൻസിറ്റി ഒക്കെ നോക്കിയിരുന്നു. അപ്പോൾ അതുപോലെ യൂസ് ചെയ്യുന്ന ഒരു ടേം ആണ് കറണ്ട് ഡെൻസിറ്റി, ദാറ്റ് ഈസ് J. നമ്മൾ ഇനി ഈ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് പഠിക്കുമ്പോൾ മിക്കപ്പോഴും ഇവിടെ J എന്നൊക്കെ യൂസ് ചെയ്യും. കാരണം നമ്മൾ മുമ്പൊക്കെ സാധാരണ നമ്മൾ IM ആ ഒരു ടേം അല്ലേ, കറണ്ട്, വോൾട്ടേജ്, ഈ ഒരു കൺസെപ്റ്റ് ഒക്കെ യൂസ് ചെയ്തു. പക്ഷെ നമുക്ക് നേരത്തെ നമ്മൾ നോക്കിയപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൽ വരെ നമുക്ക് ഒരു D എന്നൊരു വെക്ടർ കിട്ടി. D ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ, D എന്ന് പറഞ്ഞിട്ട് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് വെക്ടർ എന്ന് പറഞ്ഞിട്ട്. നെക്സ്റ്റ് അപ്പോൾ ഇപ്പോൾ ഈ ഒരു ചാപ്റ്റർ നോക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന പുതിയൊരു ടേം ആണ് J എന്ന് വെച്ച് കഴിഞ്ഞാൽ. J എന്താണ്, കറണ്ട് ഡെൻസിറ്റി ആണ്. ആ ഒരു പർട്ടിക്കുലർ യൂണിറ്റ് ഏരിയയിൽ കൂടി ആ ഒരു പോകുന്ന കറണ്ട്, പെർ യൂണിറ്റ് ടൈമിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ട് നമ്മൾ എന്ത് പറയുന്നത്, കറണ്ട് ഡെൻസിറ്റി എന്ന് പറയാം. J എന്നായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. That is, the current density J is defined as the current flowing per unit area perpendicular to the direction of flow. അതായത് ഡയറക്ഷൻ ഓഫ് ഫ്ലോയിൽ കൂടി, അല്ലെങ്കിൽ ഏത് ഡയറക്ഷനാണ് കറണ്ട് പോകുന്നത് അതിൽ പെർ യൂണിറ്റ് ഏരിയയിൽ കൂടി പോകുന്ന കറണ്ട് നമ്മൾ എന്ത് പറയുന്നത്, കറണ്ട് ഡെൻസിറ്റി. കാരണം നമുക്ക് ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ മാസ് ബൈ വോളിയം എന്ന കൺസെപ്റ്റിന് എടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ചാർജ് ബൈ വോളിയം. കാരണം ചാർജ് അല്ലല്ലോ, കറണ്ട് ഫ്ലോ അല്ലേ. അപ്പോൾ എത്രത്തോളം കറണ്ട് പോകണം എന്ന് പറയുന്നത് എന്ത് ചെയ്യണം,
നമ്മൾ ആ ഡയറക്ഷൻ ഓഫ് ഫ്ലോയിൽ നിന്നും ഇതൊരു ഡയറക്ഷൻ ഓഫ് ഫ്ലോ ആണ് ഇങ്ങനെ കറണ്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക, പെർ യൂണിറ്റ് ടൈമിൽ എത്ര പോകുന്നുണ്ട്, അതാണ് ഡെൻസിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് നമ്മളിപ്പോൾ ഞാൻ അവിടെ ഇപ്പോൾ ഒരു ഫീൽഡ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ കറണ്ട് ഇങ്ങനെ റൺ ചെയ്യുവാണ്, ഒരു കണ്ടക്ടറിൽ കൂടി കറണ്ട് പോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഞാൻ ഒരു അറ്റ് എ ടൈം ടിയിൽ ഞാൻ എന്ത് ചെയ്തു, ഇത് ഒബ്സർവ് ചെയ്തു. ഇവിടെ ഈ ഒരു ഏരിയ ഞാൻ നോക്കുകയാണ്, പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ. ഇത് പെർപെൻഡിക്കുലർ അല്ലേ, കണ്ടോ പെർപെൻഡിക്കുലർ ആണ്. ഇപ്പോൾ ഡയറക്ഷൻ വഴി പെർപെൻഡിക്കുലർ ആയിട്ട് ഇവിടെ എത്രത്തോളം കറണ്ട് പോകുന്നു എന്ന് നോക്കി. അതാണ് എന്ത് പറയുന്നത്, കറണ്ട് ഡെൻസിറ്റി എന്ന ടേം കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. That is, current density can be defined as the current flowing per area per perpendicular to the direction of flow. Per യൂണിറ്റ് ഏരിയയിൽ ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെ നമ്മൾ എന്ത് പറയുന്നത്, കറണ്ട് ഡെൻസിറ്റി എന്ന ടേം കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ഇത്രയും ആവശ്യമില്ല, നമുക്ക് ഇനി അടുത്ത ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സും EM വേവ്സ് ഒക്കെ പഠിക്കുന്ന സമയത്ത് കറണ്ട് ഡെൻസിറ്റി ആവശ്യമുണ്ട്. കാരണം മാക്സ്വെൽസ് ഇക്വേഷനിൽ നമുക്ക് ഈ കറണ്ട് ഡെൻസിറ്റി ടേം ഒക്കെ അവിടെ വരും. അതുപോലെ തന്നെ ഇനി അങ്ങോട്ട് പഠിക്കുന്ന സമയത്തും നമുക്ക് ഈ ഒരു കറണ്ട് ഡെൻസിറ്റി എന്ന ടേംസ് ഒക്കെ കൂടുതലും ആവശ്യമായിട്ട് വരുന്ന ടേംസ് തന്നെയാണ്. ഈ ജെ, അതുപോലെ തന്നെ അന്ന് പഠിച്ച ഡി, ഇതെല്ലാം എന്താണ് ഇനി പുതുതായിട്ട് നമ്മൾ 12th ഐയും ബി ഒക്കെ പഠിച്ചിട്ട് ഇവിടെ വന്നിട്ട് വീണ്ടും ഐയും പഠിക്കുന്ന പോലെ നിങ്ങൾ MSc ഒക്കെ പോവുകയാണെങ്കിൽ ഈ കറണ്ട് ഡെൻസിറ്റി, അതുപോലെ തന്നെ ആ ഡി ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ, ഇതെല്ലാം എന്താണ് ആവശ്യം പോലെ വരുന്ന ടേംസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കും എന്താണെന്ന് ഇപ്പോഴേ തന്നെ ഒരു ബേസ് ക്ലിയർ ചെയ്ത് പോവുക. അപ്പോൾ ഇനി ഈ ഒരു കറണ്ട് ഡെൻസിറ്റി നമ്മൾ പറഞ്ഞല്ലോ, ഡെഫിനിഷൻ പറഞ്ഞു. അപ്പോൾ കറണ്ട് ഡെൻസിറ്റിക്ക് എന്തുണ്ട്, SI യൂണിറ്റ് ഉണ്ട്. കറണ്ട് ഡെൻസിറ്റി ജെയുടെ SI യൂണിറ്റ് എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു മീറ്റർ ആംബിയർ പെർ മീറ്റർ സ്ക്വയർ. അതായത് എത്ര ആംബിയർ പെർ യൂണിറ്റ് ഏരിയയിൽ പോകുന്നു. ഓക്കെ, ടൈമിന് വേറെ ഇൻഫ്ലുവൻസ് ഇല്ല. ഞാൻ ടൈം ജസ്റ്റ് ആ ഒരു ഒബ്സർവേഷൻ ചെയ്യുന്നു എന്നറിയാമല്ലോ. ടൈം ടിയിൽ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് 1 സെക്കൻഡിൽ എത്രത്തോളം പോകുന്നു എന്നുള്ള മെഷർമെന്റ്സ് ഇല്ല. ജസ്റ്റ് എന്താണ് പറയുന്നത്, പെർ യൂണിറ്റ് ഏരിയ. ഇപ്പൊ ഇങ്ങനത്തെ ഒരു യൂണിറ്റ് ഏരിയ ഞാൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു യൂണിറ്റ് ഏരിയ കൂടി എത്രത്തോളം കറണ്ട് കൂടി പോകുന്നു. ഓക്കെ, അതാണ് ആംബിയർ പെർ മീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു യൂണിഫോം കണ്ടക്ടർ ആണെങ്കിൽ, യൂണിഫോം കണ്ടക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിഫോം ഷേപ്പ് ഒക്കെ ഉള്ള ഒരു കണ്ടക്ടർ ആണെങ്കിൽ, യൂണിഫോം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഉള്ള കണ്ടക്ടർ ആണെങ്കിൽ ഈ ജെ എന്തായിരിക്കും, എല്ലായിടത്തും കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും. കാരണം ഇതിപ്പോ ഒരു ക്യൂബിക്കൽ ഷേപ്പ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കണ്ടക്ടർ, ഒരു കണ്ടക്ടർ ആണ്. അപ്പോൾ ഇതെന്ത് ചെയ്യുന്നു, ഇതിവിടെ സ്റ്റാർട്ടിങ് ടൈം തൊട്ട് ഈ ഒരു സ്റ്റാർട്ടിങ് ടൈമിൽ ഇതിന്റെ ലെങ്ത്, ഇവിടുത്തെ ലെങ്ത് എ ആണ്, ഇവിടുത്തെ ലെങ്ത് എന്താണ്, ബ്രെഡ്ത്ത് എന്താണ്, എ ആണ്, ഇവിടെ എന്താണ്, ബി ആണ്, ഇവിടെയും ബി ആണ്. അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് എന്ത് ചെയ്യാം, ഇവിടെ എല്ലാം ഒരേപോലെ അല്ലേ വരുന്നത്, ഷേപ്സിൽ വേറെ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇവിടെ ഒന്നെടുത്ത് ഇവിടെ ഒരു പെർ യൂണിറ്റ് ഏരിയ നോക്കിയാലും ഇവിടെ ഒരു പെർ യൂണിറ്റ് ഏരിയ നോക്കിയാലും എനിക്ക് എന്തേ കിട്ടത്തുള്ളൂ, സെയിം വാല്യൂ കിട്ടത്തുള്ളൂ. അതാണ് പറഞ്ഞത്, ഒരു യൂണിഫോം കണ്ടക്ടർ ആണെങ്കിൽ ഈ കറണ്ട് ഡെൻസിറ്റിയുടെ വാല്യൂ എല്ലായിടത്തും എന്തായിരിക്കും, സെയിം തന്നെ ആയിരിക്കും, വേറെ വേരിയേഷൻ ഒന്നും ഉണ്ടാകത്തില്ല. അപ്പൊ ഇനി ഒരു നോൺ യൂണിഫോം കണ്ടക്ടർ അല്ല എങ്കിൽ ഈ ക്രോസ് സെക്ഷൻ എന്തായിരിക്കത്തില്ല, നോൺ യൂണിഫോം കണ്ടക്ടർ എന്ന് വെച്ചാൽ ഒന്നുകിൽ അതിന്റെ ഷേപ്പിൽ വ്യത്യാസം വരാം, ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം, ചാർജ് ഡിസ്ട്രിബ്യൂഷനിൽ വ്യത്യാസം വരാം നോൺ യൂണിഫോം കണ്ടക്ടേഴ്സിൽ. അപ്പോൾ നോൺ യൂണിഫോം കണ്ടക്ടേഴ്സിന്റെ കേസിലാണെങ്കിൽ ഈ ചാർജ് ഡെൻസിറ്റി ഇവിടെ കോൺസ്റ്റന്റ്, ബട്ട് അവിടെ എന്തായിരിക്കില്ല, നോൺ യൂണിഫോം ചാർജ് കണ്ടക്ടർ ആണെങ്കിൽ, അവിടുത്തെ കേസിൽ ചാർജ് ഡെൻസിറ്റിയുടെ വാല്യൂ ഒരു കോൺസ്റ്റന്റ് ആയിരിക്കത്തില്ല. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ അത് വേരിയിങ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിലെ ഇപ്പൊ ഓരോ പോയിന്റ്, അപ്പൊ ഇതൊരു ഇറഗുലർ ഷേപ്പ്, ഇങ്ങനത്തെ ഒരു ഷേപ്പായി മാറി. ഇറഗുലർ ഷേപ്പ്, ഇവിടെ തിക്നെസ് കൂടുതലും ഇവിടെ കുറവുമാണ്. അപ്പൊ ഇവിടെ നോക്കുന്ന സമയത്ത് ഇവിടുന്ന് കറണ്ട് ഡെൻസിറ്റി ആയിരിക്കത്തില്ല. നെക്സ്റ്റ് ഞാൻ ഈ ഒരു പൊസിഷനിൽ നോക്കുന്ന സമയത്ത്, അപ്പൊ അവിടെ എന്ത് ചെയ്യും, ഇതിന്റെ ആ ഒരു മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ മെറ്റീരിയലിന്റെ ഡയമെൻഷൻസിനെ അത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. കാരണം ചാർജ് ഡിസ്ട്രിബ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് അത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇനി ഇവിടെ ഒരു ടേംസ് കൂടി പറയാം. ഇപ്പോ ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് ഒരു ഇലക്ട്രിക് ഫീൽഡിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു കണ്ടക്ടറിനെ സംബന്ധിച്ച് ഈ കറണ്ട് എന്ന് പറയുന്നത് എന്താണ്, ഒരു മാക്രോസ്കോപ്പിക് ക്വാണ്ടിറ്റി ആണ്. ഇപ്പൊ നമ്മൾ മാസ്, വോളിയം എന്നൊക്കെ പറയുന്ന പോലെ ഒരു മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടി എന്ത് പറയാം, കറണ്ട് നമുക്ക് പറയാം. ദാറ്റ് ഈസ് എ മാക്രോസ്കോപ്പിക് ക്വാണ്ടിറ്റി ലൈക്ക് മാസ് ആൻഡ് വോളിയം. ഇപ്പൊ നമ്മൾ മാസ്, വോളിയം എന്നൊക്കെ പറയുന്ന പോലെ ഈ ഒരു കറണ്ട് എന്ത് ചെയ്യാം, മാക്രോസ്കോപ്പിക് ക്വാണ്ടിറ്റി എന്ന് പറയാൻ പറ്റും. നമുക്കൊരു പർട്ടിക്കുലർ യൂണിറ്റും ഏരിയക്കുള്ള ഒരു പ്രോപ്പർട്ടി ആയിട്ട് എന്ത് പറയാം, കറണ്ടിനെ പറയാൻ പറ്റും. ആ ഒരു കണ്ടക്ടറിന്റെ തന്നെ മൊത്തത്തിലുള്ള ഒരു പ്രോപ്പർട്ടി എന്ത് ചെയ്യും, നമ്മൾ ഈ കറണ്ട് അവിടെ കാണിക്കുന്നുണ്ട്. ദെൻ അത് കറണ്ടിന്റെ കേസിൽ ദെൻ ഒരു കൺസെപ്റ്റ് ഒന്നിന് പറഞ്ഞുതരാം. അതായത് നമ്മളിപ്പോൾ ഒരു കണ്ടക്ടർ എടുക്കുവാണ്, ഈ കണ്ടക്ടറിൽ കൂടി എത്രത്തോളം കറണ്ട് പോകുന്നു, ഇതൊരു കണ്ടക്ടറാണ്. നമ്മളിവിടെ കണ്ടക്ടറിന്റെ നോക്കുന്ന സമയത്ത് എത്രത്തോളം കറണ്ട് പോകും, എത്ര പോകുന്നു. അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കണ്ടക്ടറിന്റെ ടോട്ടൽ പ്രോപ്പർട്ടി, ഇപ്പൊ നമ്മൾ ടോട്ടൽ മാസ് എന്ന് പറഞ്ഞു, ടോട്ടൽ മാസ് എത്രയാണ്, ഇപ്പൊ നമുക്ക് M എന്ന് എടുക്കാം. അതുപോലെ ഇതിൽ കൂടി പോകുന്ന കറണ്ട് എന്ത് ചെയ്യാം, ടോട്ടൽ കറണ്ട് I എന്ന് തന്നെ പറയാൻ പറ്റും. കാരണം ഇതെല്ലാം ഇപ്പൊ നമുക്ക് യൂണിഫോം ആണോ നോൺ യൂണിഫോമോ അതൊന്നും നമുക്ക് നോക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഇതിപ്പോ ഒരു
L ലെങ്ത് ഉള്ള കണ്ടക്ടർ ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നു, ഒരു അമ്മീറ്റർ കണക്ട് ചെയ്യുന്നു, ഇവിടെ മെഷർ ചെയ്യുന്നു. എനിക്കിവിടെ കറണ്ട് കിട്ടും. ഇതിൽ കൂടി പോകുന്ന കറണ്ട് എത്രയാണ്, എത്ര ആംപിയർ ആണോ ആ ആംപിയർ എനിക്ക് എന്ത് ചെയ്യും, എന്റെ ഈ ഒരു അമ്മീറ്ററോടെ കാണിച്ചു തരും. അപ്പോൾ അത് അതിന്റെ ഒരു മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടി ആണ്. ടോട്ടൽ ആയിട്ട് വരുന്നത്, അല്ലെങ്കിൽ ഹോൾ ബോഡി ആയിട്ട് വരുന്നതാണ് അവിടെ മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. Then ഇനി കറണ്ട് ഡെൻസിറ്റി പക്ഷെ എന്തല്ല, മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടി അല്ല, അതെന്താണ്, അതൊരു മൈക്രോസ്കോപ്പിക് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ മൈക്രോസ്കോപ്പിക് പ്രോപ്പർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ ഈ കണ്ടക്ടർ ആണെങ്കിൽ ഈ കണ്ടക്ടറിന്റെ ഓരോ പോയിന്റിനും എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ഡെൻസിറ്റി ടേം, കറണ്ട് ഡെൻസിറ്റി ടേം ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ ഞാൻ എനിക്ക് കറണ്ട് ഡെൻസിറ്റി കണ്ടുപിടിക്കാനായിട്ട് പ്രത്യേകിച്ച് അമ്മീറ്റർ എന്ത് ചെയ്യാൻ പറ്റില്ല, ടോട്ടൽ ലെങ്തിൽ കണക്ട് ചെയ്യാൻ പറ്റില്ല. ഞാൻ എന്ത് ചെയ്യണം, ഓരോ പ്രോസസ്സിലുള്ള ഏരിയ ആയിട്ട് ഞാൻ എന്ത് ചെയ്യണം, മെഷർമെന്റ് എടുക്കേണ്ടി വരും. അപ്പോൾ ഓരോ പ്രോസസ് ഏരിയ മെഷർ ചെയ്യുന്ന സമയത്ത് ഇതിപ്പോ ഒരു നോൺ യൂണിഫോം കണ്ടക്ടർ ആണെങ്കിൽ എനിക്ക് ഓരോ ഇൻസ്റ്റന്റ് എന്ത് കിട്ടും, ഓരോ വാല്യൂസ് ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ ഇങ്ങനെ ഓരോ വാല്യൂസ് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാം, അത് ഇപ്പൊ ഈ ഒരു പോയിന്റിൽ കറണ്ട് ഡെൻസിറ്റിക്ക് ഇപ്പോൾ എക്സ് എന്നൊരു വാല്യൂ, അടുത്ത് ഈ പോയിന്റ് എത്തിയപ്പോൾ അതിന് x2 എന്നൊരു വാല്യൂ. അപ്പൊ എന്താണ്, ഓരോ ഇൻസ്റ്റന്റിലും അല്ലെങ്കിൽ ഓരോ പോയിന്റ് എത്തുമ്പോഴും എന്ത് ചെയ്യുന്നു, കറണ്ട് ഡെൻസിറ്റി കണ്ടിന്യൂസ്ലി അവിടെ വേരിയിങ് ആണ്. കാരണം അത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അപ്പോൾ ഓരോ കണ്ടക്ടറിന്റെ ഓരോ പോയിന്റിലെയും ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടീസ് ആണ് എനിക്ക് എന്ത് ചെയ്യുന്നത്, ഈ ഒരു കറണ്ട് ഡെൻസിറ്റി തരുന്നത്. അപ്പൊ അതെനിക്ക് ഹോൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. അതൊരു മൈക്രോസ്കോപ്പിക് പ്രോപ്പർട്ടി ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു രണ്ട് കൺസെപ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, എന്താണ് മൈക്രോസ്കോപ്പിക് പ്രോപ്പർട്ടി, അതുപോലെ എന്താണ് മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടി. നമുക്കിനി ആ ജെയുടെ ഇക്വേഷൻ കൂടി നോക്കാം. ജെ ഇസ് ഈക്വൽ ടു 1/a. അതായത് ഇപ്പോ ഒരു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ഏരിയ ആണെങ്കിൽ യൂണിറ്റ് ഏരിയ എ എന്ന് പറയുന്ന പോയിന്റിൽ, ഇപ്പൊ ഈ ഒരു ഫിഗറിൽ ഇതാണ് യൂണിറ്റ് ഏരിയ. ഈ ഏരിയയിൽ എന്ത് ചെയ്യുന്നു, ഏരിയയാണ് എ എന്ന് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇസ് ഐ ബൈ എ എന്ന് എഴുതാം. എത്രത്തോളം കറണ്ടാണ് അതൊരു പോകുന്നത് ഡിവൈഡ് ബൈ ആ ഒരു യൂണിറ്റ് ഏരിയ. ഇനി ഇതിപ്പോ നോർമലി ഞാൻ ഒരു ലീനിയർ കേസ് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇനി ആംഗിൾ വേരിയേഷൻ വന്ന് എന്ത് ചെയ്യേണ്ടി വരും, ഇപ്പൊ ഇതാണ് ഡയറക്ഷൻ ഓഫ് കറണ്ട് ഫ്ലോ എങ്കിൽ കറണ്ട് ഇങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ യൂണിറ്റ് ഏരിയ ഇവിടെയാണ് കൺസിഡർ ചെയ്തത്. ഒരു ഇൻക്ലിനേഷനിലാണ് ആ ഒരു യൂണിറ്റ് ഏരിയ കൺസിഡർ ചെയ്യുക. അല്ലെങ്കിൽ നോൺ യൂണിഫോം ആണെങ്കിൽ ഇവിടെ ഇൻക്ലിനേഷൻ ഒക്കെ വരും, ആംഗിൾസ് വേരിയേഷൻ ഉണ്ടാവാം. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇതിന്റെ പെർപെൻഡിക്കുലർ കമ്പോണന്റ് ഇങ്ങനെ വരയ്ക്കുക. then ഇവിടെ ആംഗിൾ എത്രയാണ് ഫോം ചെയ്യുന്നത് നോക്കണം. ആംഗിൾ ഫോം ചെയ്യുന്നത് നമുക്ക് അവിടെ തീറ്റ ആംഗിൾ ആണെന്ന് കിട്ടും. തീറ്റ ആംഗിൾ നമ്മൾ നോർമൽ ഡ്രോ ചെയ്തതാണ്. എന്ന് വെച്ചാൽ ഈ ഒരു ഏരിയ കൺസിഡർ ചെയ്തു, ഏരിയക്ക് നോർമലാണ് ഈ ഒരു ലൈൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഈ വരച്ച ഈ ഒരു മാറ്റി വരയ്ക്കാം, റെഡ് കളറിൽ വരയ്ക്കാം. ഇതാണ് ഇവിടുത്തെ നോർമൽ ലൈൻ എന്ന് പറയുന്നത്. നോർമൽ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം ആംഗിൾ വേരിയേഷൻ ഉണ്ടെന്ന് അറിയാൻ പറ്റും. കറണ്ട് ഫ്ലോയിൽ നമ്മൾ എടുത്ത ആ ഒരു ഏരിയ നമ്മൾ എത്രത്തോളം വേരിയേഷൻ ഉണ്ട്, അത് നമുക്ക് അവിടെ എങ്ങനെ എഴുതാൻ പറ്റും, ജെ ഇസ് ഈക്വൽ ടു ഡെൽറ്റ ഐ ബൈ ഡെൽറ്റ എ കോസ് തീറ്റ. അടുത്ത് കോസ് കമ്പോണന്റ് ആണ് വരുന്നത്. നമ്മൾ രണ്ടായി സ്പ്ലിറ്റ് ചെയ്യേണ്ടി വരും. ഇങ്ങോട്ട് സൈൻ കമ്പോണന്റ് അല്ല, താഴോട്ട് സൈൻ കമ്പോണന്റ്, ഇത് കോസ് കമ്പോണന്റും ആയിട്ട്. അപ്പൊ ഇത് എന്ത് ചെയ്തു, ഈ ഏരിയക്ക് ഇവിടെ വരുന്ന നമുക്ക് ആവശ്യമുള്ള ഈ ഒരു ഡയറക്ഷൻ അല്ലേ, ആ ഡയറക്ഷൻ വരുന്ന എ കോസ് തീറ്റ കമ്പോണന്റ് ആണ്. അപ്പൊ എന്ത് വരും, ഡെൽറ്റ ഐ ബൈ ഡെൽറ്റ എ കോസ് തീറ്റ എന്ന് കിട്ടും. ദാറ്റ് ഈസ് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡെൽറ്റ ഐ ഈസ് ഈക്വൽ ടു ജെ ഡെൽറ്റ എ കോസ് തീറ്റ എന്ന് എഴുതാം. ഈ കോസ് തീറ്റ അപ്പോൾ ഇത് വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. എ കോസ് തീറ്റ വന്നു കഴിഞ്ഞാൽ എന്ത് വരും, കോസ് തീറ്റ എന്ന് വെച്ചാൽ ഡോട്ട് പ്രോഡക്റ്റ് ആണ്. ഇവിടെ നമുക്ക് മാറ്റി എഴുതാൻ പറ്റും, ദാറ്റ് ഈസ് ഡെൽറ്റ ഐ ഈസ് ഈക്വൽ ടു ജെ ഡോട്ട് ഡെൽറ്റ എ. ഓക്കെ, ഡെൽറ്റ എ എന്ന് എഴുതാൻ പറ്റും. അതിപ്പോ വെക്റ്റർ ക്വാണ്ടിറ്റീസ് ആണ് രണ്ട്. എന്ത് കിട്ടി, അത് രണ്ട് വെക്ടേഴ്സിന്റെ ഡോട്ട് പ്രോഡക്റ്റ് എപ്പോഴും സ്കെയിലർ ക്വാണ്ടിറ്റി ആണ്. അത് നമുക്ക് വെക്റ്റർ പ്രോപ്പർട്ടിയിൽ ഉള്ളതാണ്. അപ്പൊ ഇത് ചെയ്തപ്പോൾ നമുക്ക് അങ്ങനെ കിട്ടി. കാരണം ഈ ഒരു കറണ്ട് എന്താണ്, ഒരു സ്കെയിലർ ക്വാണ്ടിറ്റി ആണ്. അപ്പൊ രണ്ട് വെക്ടേഴ്സിന്റെ ഡോട്ട് പ്രോഡക്റ്റ് എടുത്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി, ഒരു സ്കെയിലർ തന്നെ കിട്ടിയിട്ടുണ്ട്. കോസ് തീറ്റ കമ്പോണന്റ് വന്നു കഴിഞ്ഞാൽ ഡോട്ട് പ്രോഡക്റ്റും, സൈൻ തീറ്റ കമ്പോണന്റ് വന്നു കഴിഞ്ഞാൽ ക്രോസ് പ്രോഡക്റ്റും. ഓക്കെ, ഇതാണ് വെക്ടറിൽ വരുന്നത്, ഡോട്ട് പ്രോഡക്റ്റ് ക്രോസ് പ്രോഡക്റ്റ്. ഇങ്ങനെ എന്ത് ചെയ്ത് ഞാൻ ഇക്വേഷൻ മാറ്റി എഴുതി. ഇതിപ്പോ ഡെൽറ്റ ഐ അല്ലേ കിട്ടിയിട്ടുള്ളത്, ചേഞ്ച് ഇൻ കറണ്ട്, ചേഞ്ച് ഇൻ കറണ്ട് അല്ല സ്മോൾ കറണ്ട് ഡെൽറ്റ ഐ. അപ്പോൾ ടോട്ടൽ കറണ്ട് പാസിംഗ് ത്രൂ ഏരിയ എടുക്കണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ ഇതിന് ഇന്റഗ്രേഷൻ അപ്ലൈ ചെയ്യേണ്ടി വരും. ദാറ്റ് ഈസ് ഇന്റഗ്രൽ ഇവിടെയും കൊടുക്കുക, ഈ ഒരു സൈഡ് ഇന്റഗ്രേഷൻ അപ്ലൈ ചെയ്യുക. ഇവിടെ ഡെൽറ്റ ഐ എന്തായി മാറും, ഐ ആയിട്ട് മാറും, വിച്ച് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ജെ ഡോട്ട് ഡെൽറ്റ എ എന്നായിട്ട് മാറും. അപ്പൊ ഇതാണ് അവിടുത്തെ ഒരു പെർ യൂണിറ്റ് ഏരിയ കൂടിയുള്ള കറണ്ടിന്റെ ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് കറണ്ട് ഡെൻസിറ്റി. ഓക്കെ, അപ്പൊ കറണ്ട് ഡെൻസിറ്റിയും കറണ്ടും എന്താണെന്ന് കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കുക, കാരണം ഇനി ആവശ്യമുള്ള ടേംസ് ആണ്. ഇത്രയും മനസ്സിലായി. നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോവാം. നെക്സ്റ്റ് ടോപ്പിക്ക് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ചാണ് നോക്കാൻ പോകുക. അറിയാലോ മാഗ്നറ്റിക് ഫീൽഡ് എന്താണെന്ന് നമ്മൾ ചെറിയ ക്ലാസ് തൊട്ടേ പഠിക്കുന്നതാണ്. ഒരു
പെർമനന്റ് മാഗ്നറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, അതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. നോർത്ത് പോളും സൗത്ത് പോളും തമ്മിൽ നോർത്തും സൗത്തിലോട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്ത് വരുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ച് നമ്മൾ ബേസിക്കലി അന്ന് പഠിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ മാഗ്നറ്റിക് ലൂപ്പ് എന്താണ്? മാഗ്നറ്റിക് ലൂപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ലൂപ്പാണ്. ഇതിനകത്തൂടെ എന്ത് ചെയ്യും, ഇങ്ങനെ ആ ലൂപ്പ് ഇവിടെ കംപ്ലീറ്റ് ആവും. ബട്ട് ഇലക്ട്രിക് ഫീൽഡിന്റെ കേസിലാണെങ്കിൽ എന്താണ് പറയുന്നത്, അവിടെ നമുക്ക് ക്യൂവും മൈനസ് ക്യൂ ഒക്കെ ഉണ്ടെങ്കിൽ കണ്ടിന്യൂസ് ലൂപ്പ് അല്ല. ക്യൂവിങ് സ്റ്റാർട്ട് ചെയ്താൽ ക്യൂ മൈനസ് ക്യൂ എന്ത് ചെയ്യുന്നു, ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഫീൽഡ് ലൈൻസ് പോകുന്നത്. ഇത് ക്ലോസ്ഡ് ലൂപ്പ് അല്ല, ഇത് ഓപ്പൺ ലൂപ്പ് ആണ്. ഇതെന്താണ്, കണ്ടിന്യൂസ് ലൂപ്പ് അല്ലെങ്കിൽ ക്ലോസ്ഡ് ലൂപ്പ് എന്ന് പറയും. കാരണം അകത്തൂടെ എന്ത് ചെയ്യുന്നു, ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡിന്റെ ലൈൻസ് അവിടെ ഫീൽഡ് ലൈൻസ് കംപ്ലീറ്റ് ആവുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത് രണ്ടുമായിരുന്നു നമ്മൾ അന്ന് ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് കറക്റ്റ് ഒരു ഡെഫിനിഷൻ നോക്കാം. മാഗ്നറ്റിക് ഫീൽഡ്, അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു മാഗ്നറ്റ് വെച്ചിട്ടുണ്ട്, ഒരു മാഗ്നറ്റ് വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ മാഗ്നറ്റിന് ചുറ്റും എന്ത് ചെയ്യും, കുറച്ച് ഫീൽഡ് ജനറേറ്റ് വരും എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഫീൽഡിന് ഒരു ഫോഴ്സ് കാണും. ഓക്കെ, അല്ല, ആ ഒരു ജനറേറ്റ് ചെയ്തു വരുന്ന ആ ഒരു ഫോഴ്സ്, ആ ഒരു ഫീൽഡിന് എന്ത് പറയുന്നത്, ഈ ഫീൽഡ് ലൈൻസിനാണ് എന്ത് പറയുന്നത്, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയും. ഓക്കെ, the space surrounding a magnet where the magnetic force is experienced is called magnetic field. അപ്പോൾ മാഗ്നറ്റിക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന അത്രയും ആ ഒരു ഏരിയ റീജിയൻ നമ്മൾ എന്ത് പറയുന്നത്, മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഡയറക്ഷൻ നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലായിരിക്കും എന്ത് ചെയ്യുന്നത്, ഇവിടെ നമുക്ക് പോരുന്നത്. നോർത്ത് പോളിൽ സൗത്ത് പോളിലോട്ടായിരിക്കും ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പ്രൊപ്പഗേറ്റ് ചെയ്ത് പോകുന്നത്. അല്ലെങ്കിൽ നമുക്കൊരു ഒരു ടേംസ് കൂടി പറയാൻ പറ്റും. A magnetic field is defined as the space where a moving charge experience a force. അപ്പോൾ നമ്മൾ ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡിന്റെ അടുത്തോട്ട് എന്തെങ്കിലും ഒരു ചാർജ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതൊരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. കാരണം നമ്മളിപ്പോൾ എല്ലാം ചാർജ് ലെൻസിന്റെ ആ ഒരു ടേംസിലല്ലേ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ഈ ഇൻ ടേംസ് ഓഫ് ഒരു ചാർജിന്റെ കേസിൽ പറയുവാണെങ്കിൽ ആ ചാർജ് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ കൊണ്ടുവരുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ആ ഒരു സ്പേസിൽ കൊണ്ടുവരുന്ന സമയത്ത് ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്ത ആ ഒരു സ്ഥലത്ത് എന്തുണ്ടെന്ന് പറയാം, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെന്ന് പറയാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഇനി നമുക്ക് വേണ്ടത് അല്ലെങ്കിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് എത്രയാണെന്ന് അറിയണം. കാരണം എന്നാലേ നമുക്ക് മെഷർമെന്റ്സ് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് എത്രയാണെന്ന് അറിയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടേം ആണ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി. നമ്മൾ ഇലക്ട്രിക് ചാർജ് ഫ്ലക്സ് ഡെൻസിറ്റി പറഞ്ഞ പോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യുന്നു, ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ഉണ്ട്. അപ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സ് പെർ യൂണിറ്റ് ഏരിയയ്ക്ക് നമ്മൾ എന്ത് പറയുന്നത്, മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് വെച്ചാൽ എന്താണ്, മാഗ്നറ്റിക് ഫീൽഡ് എന്ന് വെച്ചാൽ ലൈൻ ഓഫ് ഫോഴ്സസ് ആണ്, അല്ലെങ്കിൽ നമുക്ക് ലൈൻ ഓഫ് ഫോഴ്സ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഒരു വീക്ക് മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിൽ എന്ത് ചെയ്യത്തുള്ളൂ, ഇപ്പോൾ ഒരു വീക്ക് മാഗ്നറ്റിക് ഫീൽഡ് ആയിരുന്നുവെങ്കിൽ അവിടെ നമുക്ക് കുറച്ച് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കാണത്തുള്ളൂ, റാൻഡം ആയിട്ട് കുറച്ച് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെ കാണത്തുള്ളൂ. ബട്ട് ഇനി ഒരു സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിൽ എന്തായിരിക്കും, സ്ട്രോങ് മാഗ്നറ്റ് ആണെങ്കിൽ ഒരുപാട് ഫീൽഡ് ലൈൻസ് ഇങ്ങനെയാണ്, ഒരുപാട് ഫീൽഡ് ലൈൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ അത് സ്ട്രെങ്തോടെ എന്തായിരിക്കും, കൂടുതലായിരിക്കും. അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു, ഈ ഒരു യൂണിറ്റ് ഏരിയയിൽ കൂടി, ഒരു പെർ യൂണിറ്റ് ഏരിയയിൽ കൂടി എത്രത്തോളം മാഗ്നറ്റിക് ഫ്ലക്സ്, ഈ ലൈൻസിനെ നമ്മൾ ഫ്ലക്സ് എന്ന് പറയും, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനാണ് ഫ്ലക്സ് എന്ന് പറയുന്നത്. അപ്പോൾ പെർ യൂണിറ്റ് ഏരിയയിൽ കൂടി എത്രത്തോളം മാഗ്നറ്റിക് ഫ്ലക്സ് പോകുന്നു, മാഗ്നറ്റിക് ഫ്ലക്സ് പോകുന്നു. ഓക്കെ, അതിനാണ് എന്ത് പറയുന്നത്, ആ ഒരു മെഷർമെന്റ്സിനെ നമ്മൾ അവിടെ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ ദ ലെറ്റർ ബി വിച്ച് ക്യാൻ ബി റിട്ടൺ ആസ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡിവൈഡഡ് ബൈ ഏരിയ. മാഗ്നറ്റിക് ഫ്ലക്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഇസ് ഈക്വൽ ടു ഫൈ എന്നാണ്. ഫൈ ഡിവൈഡ് ബൈ ഏരിയ നമുക്ക് എഴുതുന്നുണ്ട്. ഓക്കെ, ഇതാണ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് ദ മെഷർമെന്റ്സ് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് പാസിംഗ് ത്രൂ പെർ യൂണിറ്റ് ഏരിയ. പെർ യൂണിറ്റ് ഏരിയ കൂടി പാസ് ചെയ്ത് പോകുന്ന മാഗ്നറ്റിക് ഫ്ലക്സിനാണ് എന്ത് പറയുന്നത്, നമ്മളവിടെ ബി അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്നുകൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇതിന്റെ എസ് ഐ യൂണിറ്റ് നോക്കാം. ദാറ്റ് ഈസ് ദ എസ് ഐ യൂണിറ്റ് ഫോർ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി പി വിച്ച് ഈസ് ഈക്വൽ ടു വെബർ പെർ മീറ്റർ സ്ക്വയർ, അല്ലെങ്കിൽ ടെസ്ല എന്നും പറയാം. ഓക്കെ, ടെസ്ലയാണ് എസ് ഐ യൂണിറ്റ് ആയിട്ട് വരുന്നത്. എന്താ പറയാ, ശരിക്കും ഇത് രണ്ടും സെയിം തന്നെ, വെബർ പെർ മീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത് ടെസ്ല, അല്ല രണ്ട് യൂണിറ്റ് അല്ല. ചില സമയം നമുക്ക് സി ജി എസ് യൂണിറ്റ്, എം കെ എസ് യൂണിറ്റ്, അങ്ങനെ ഫൂട്ട്, ഇപ്പോൾ ലെങ്തിനെ നമുക്ക് ഫൂട്ട് എന്നുണ്ട്, സെന്റിമീറ്റർ, മീറ്റർ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അതിൽ ഈ സെന്റിമീറ്ററും മീറ്ററും രണ്ട് ടൈപ്പ് ആയിട്ടുള്ള യൂണിറ്റ്സ് ആണ്. അതായത് ഇപ്പോൾ ഫൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സി ജി എസ് സിസ്റ്റത്തിലാണ്, സി ജി എസ് സിസ്റ്റത്തിലാണ് ഫൂട്ട് എന്നൊക്കെ നമ്മൾ പറയുന്നത്. ലെങ്തിന്റെ കേസിൽ സി ജി എസ് സിസ്റ്റം. നമ്മുടെ ഇപ്പോഴത്തെ എസ് ഐ യൂണിറ്റ് സിസ്റ്റത്തിലാണ് നമ്മൾ അവിടെ മീറ്റർ എന്നൊക്കെ പറയുന്നത്. ഇത് രണ്ട് യൂണിറ്റ്സ് ആണ്. ബട്ട് ഇവിടെ ഇതല്ല, ഇതെന്താണ്, രണ്ടും സെയിം തന്നെ, എസ് ഐ യൂണിറ്റ് തന്നെ. ഒന്ന് നമുക്ക് വെബർ പെർ മീറ്റർ സ്ക്വയർ എന്ന് പറയാം, ഇല്ലെങ്കിൽ ചുരുക്കിയിട്ട് എന്ത് ചെയ്യാം,
ടെസ്ല എന്ന് പറയാം. ഓക്കെ, അത് നിക്കോള ടെസ്ലയുടെ ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ടെസ്ല എന്ന ആ യൂണിറ്റ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഫസ്റ്റ് ആ ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റിയുടെ കേസിൽ നോക്കാവുള്ളത്. നെക്സ്റ്റ് ഒരു ചെറിയൊരു എക്സ്പെരിമെന്റ് ആണ്. നമ്മളിത് 12th പഠിച്ചിട്ടുള്ള എക്സ്പെരിമെന്റ് ആണ്. അതായത് ഓക്സ്ഫോർഡ് എന്ന് വെച്ചൊരു സയന്റിസ്റ്റ് ഒരു മാഗ്നറ്റിക് നീഡിലൊക്കെ വെച്ചിട്ട് ചെയ്തൊരു എക്സ്പെരിമെന്റ്. ജസ്റ്റ് ഒരു എക്സ്പെരിമെന്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. എക്സാമിനേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ആ ഫിഗർ ഒക്കെ ഒന്ന് ഡ്രോ ചെയ്ത് ചോദിക്കാൻ തോന്നുന്നില്ല, കാരണം തീരെ ചെറിയൊരു എക്സ്പെരിമെന്റ് ആണ്. ഓക്കെ, അതിലൊന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ ഇവിടെ ജസ്റ്റ് നമുക്ക് എന്തുണ്ട്, ഒരു സർക്യൂട്ട് ഉണ്ട്, ഒരു ടാപ്പിംഗ് സ്വിച്ച് ഉണ്ട്, അല്ലെങ്കിൽ കീ ഉണ്ട്. ഒരു ടാപ്പിംഗ് സ്വിച്ച് ആണ്. ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കറണ്ട് ഫുൾ കണ്ടക്ട് ആയിക്കോളും. ഇവിടെ ഞാൻ എന്ത് ചെയ്തു, ഒരു കണ്ടക്ടർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതൊരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ആണ് ഞാൻ ഇവിടെ എന്ത് ചെയ്യും, ഈ സർക്യൂട്ട് വഴി കണക്ട് ചെയ്തിരിക്കുന്നത്. ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഫ്രണ്ടിലായിട്ട് ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നു, ഒരു മാഗ്നറ്റിക് കോമ്പസ് ബോക്സ് എന്ത് ചെയ്യുന്നു, പ്ലേസ് ചെയ്യുവാണ്. കോമ്പസ് നീഡിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു ഒരു പോയിന്റ് ഇങ്ങനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്ത് ഫ്രീ ടു റൊട്ടേറ്റ് ആണ്. ഒരു മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് വേണമെങ്കിൽ റൊട്ടേഷൻ നടത്താൻ പറ്റും. അപ്പോൾ ഈ ഒരു കീ ഓഫ് ആയിരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നില്ല, കറണ്ട് ഫ്ലോ ഒന്നും നടക്കുന്നില്ല. ഈ മാഗ്നറ്റിക് ഫീൽഡ്, മാഗ്നറ്റിക് കോമ്പസ് എന്ത് ചെയ്യുന്നു, നോർത്ത് സൗത്ത് റീജിയനിൽ തന്നെ ഇങ്ങനെ സ്റ്റേബിൾ ആയിട്ട് നിൽപ്പുണ്ട്. വൺസ് ഞാൻ ഈ ഒരു കീ ഒന്ന് ടാപ്പ് ചെയ്ത് കഴിയുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഇവിടെ കീ എന്ത് ചെയ്യുന്നു, ടാപ്പ് ചെയ്യുവാണ്, അല്ലെങ്കിൽ കീ ഞാൻ ഇവിടെ ഓൺ ചെയ്ത് കൊടുത്തു. ഓക്കെ, കീ ഒന്ന് ടച്ച് ചെയ്തു. അപ്പോൾ ഈ കോൺടാക്ട് കംപ്ലീറ്റ് ആയി. ഇതുവരെ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കറണ്ട് ഫ്ലോ ചെയ്യുന്നു. അപ്പോൾ ഫ്ലോ ചെയ്ത സമയത്ത് ഇവിടെ എന്ത് സംഭവിക്കും, ഫ്ലോ ചെയ്യുന്ന ടൈമിൽ ഇവിടെ ഈ ഒരു കോമ്പസ് നീഡിൽ എന്ത് ചെയ്യും, ഒരു ഡിഫ്ലക്ഷൻ കാണിക്കും. ഓക്കെ, അതായത് ഇവിടെ മീൻസ് എന്താണ്, ഇവിടെ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഒരു മാഗ്നറ്റ് ആയിട്ട് അവിടെ ആക്ട് ചെയ്യുന്നു. കാരണം ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡിന് പ്രത്യേകിച്ച് എന്ത് ചെയ്യത്തില്ല, ഒരു വേരിയേഷൻ ഒന്നും വരത്തില്ല. അവിടെ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ടുവന്നാൽ എന്ത് ചെയ്യത്തുള്ളൂ, മാഗ്നറ്റിക് ഫീൽഡിന് ഇന്ററാക്ഷൻ അവിടെ വരത്തുള്ളൂ. അപ്പോൾ അതായത് സ്വിച്ച് ഓഫ് ആയ സമയത്ത് കറണ്ടും ഇല്ല, എന്തില്ല, കറണ്ട് ഇല്ലാത്തതുകൊണ്ട് മാഗ്നറ്റിക് ഫീൽഡും ഇല്ല. ബട്ട് സ്വിച്ച് ഓൺ ചെയ്ത ടൈമിൽ അവിടെ എന്ത് ചെയ്യുകയാണ്, ആ ഒരു കോമ്പസ് ബോക്സ് ഡിഫ്ലക്ഷൻ കാണിക്കുകയാണ്. കോമ്പസ് നീഡിൽ അവിടെ ഡിഫ്ലക്ഷൻ കാണിക്കുകയാണ്. അതോടെ മീൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ആക്ട് ആസ് എ magnet. Okay, when the current is passed through the straight conductor, the compass needle shows a deflection which gets reversed when the current is reversed. അതായത് ഡിഫ്ലക്ഷൻ കാണിച്ചത് മാത്രമല്ല, ഈ ഒരു ഡയറക്ഷൻ റിവേഴ്സ് ചെയ്തപ്പോൾ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ഈ ഒരു ബാറ്ററി എടുത്ത് തിരിച്ചു കൊടുക്കുക. ബാറ്ററി ഒന്ന് ഇപ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് ഇരിക്കുന്ന ബാറ്ററി എന്ത് ചെയ്യണം, നമ്മൾ ജസ്റ്റ് ഒന്ന് തിരിച്ചു കൊടുക്കേണ്ടി വരും. ഇത് നെഗറ്റീവും ഇത് പോസിറ്റീവ് ആക്കണം. വേണ്ട, നെഗറ്റീവ് പോസിറ്റീവ് ആക്കിയ സമയത്ത് എന്ത് ചെയ്തു, ഇതിന്റെ ഡിഫ്ലക്ഷന്റെ ഡയറക്ഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് തിരിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടെ പറയുന്നത്, കറണ്ട് ക്യാരിങ് കണ്ടക്ടർ എന്ത് ചെയ്യുന്നു, ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതില് ഇപ്പോൾ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഇപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് പറയുന്നത് മാത്രം നമുക്ക് പ്രത്യേകിച്ച് ഉപയോഗമില്ല. നമുക്ക് എന്ത് ചെയ്യണം, അതിന്റെ ഡയറക്ഷൻ എത്രയാണെന്ന് അറിയണം, അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് എത്രയാണെന്ന് അറിയണം, എത്രത്തോളം ആംഗിൾ വരെ വേരിയേഷൻ ഉണ്ടാവും, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, അവിടെ അറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, അപ്പോൾ എത്രത്തോളമാണ് അവിടെ ഡയറക്ഷൻ, അല്ലെങ്കിൽ ഏത് ഡയറക്ഷനിലാണ് മാഗ്നറ്റിക് ഫീൽഡ്, കറണ്ട് ക്യാരിങ് കണ്ടക്ടർ നമുക്ക് ഇവിടെ ഈ നീഡിൽ ഡിഫ്ലക്ട് ചെയ്യുന്ന കണ്ടുപിടിക്കുകയല്ല നമ്മുടെ ലക്ഷ്യം. നമുക്ക് എന്താണ്, നമുക്ക് ഈ കറണ്ട് ക്യാരിങ് കണ്ടക്ടറിൽ കൂടി എത്രത്തോളം മാഗ്നറ്റിക് ഫീൽഡ് വരുന്നുണ്ട്, എത്രത്തോളം മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ എങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ അതാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, മെഷർമെന്റ്സ് അവിടെ എടുക്കേണ്ടത്. അപ്പോൾ അത് നമുക്ക് നോക്കാം എങ്ങനെയാണ് വരുന്നതെന്ന്. അതിന് വേണ്ടിയിട്ടായിട്ട് നമുക്ക് രണ്ട് മെത്തേഡ്സ് ഉണ്ട്. ഒന്ന് മാക്സ്വെൽസ് കോർ സ്ക്രൂ എന്ന് പറഞ്ഞിട്ട്, സെക്കൻഡ് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് ടംബർ റൂൾ. ടംബർ റൂൾ എന്ന് വെച്ചിട്ട് രണ്ട് മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ മാക്സ്വെൽസ് റൂൾ പറയുന്നു, മാക്സ്വെൽസ് കോർക്ക് സ്ക്രൂ റൂൾ ആണ് ഫസ്റ്റ് കേസ്. അപ്പോൾ ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു സ്ക്രൂ എടുക്കുന്നു, ജസ്റ്റ് ഒരു സ്ക്രൂ എടുക്കുക. ഇപ്പോൾ സ്ക്രൂ ആണ്, സ്ക്രൂവിന് എന്താണ്, ഒരു ഹെഡ് കാണുമല്ലോ. അപ്പോൾ ഇതാണ് സ്ക്രൂ. നമ്മൾ ഇത് സ്ക്രൂ ഇങ്ങനെ തിരുമ്മി കയറ്റുവാണ്, തിരികുന്ന സ്ക്രൂ ആണ്. അപ്പോൾ ഇങ്ങോട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ സ്ക്രൂ ഒന്ന് നമ്മൾ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്നത് ഈ ഒരു ഡയറക്ഷനിൽ. ഈ നമ്മളിപ്പോൾ സ്ക്രൂ ഡ്രൈവർ കൊണ്ട് സ്ക്രൂവിനെ ഇങ്ങനെ ചെവറിൽ തിരുമ്മി കയറ്റുവാന്ന് വെച്ചോളൂ. നമ്മളിങ്ങനെ ഫിക്സ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, നമ്മൾ ഈ ഒരു ഡയറക്ഷനിലായിരിക്കും സ്ക്രൂവിനെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് സ്ക്രൂ എന്ന് പറയുന്നത്. റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ സ്ക്രൂ നമ്മുടെ ആ ഒരു ചുമരിലോട്ട് ഇങ്ങനെ അഡ്വാൻസ് ചെയ്ത് കയറിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ഫിക്സ് ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു ഡയറക്ഷനിലോട്ട് റൊട്ടേറ്റ് ചെയ്യുവാണെങ്കിൽ സ്ക്രൂവിന്റെ മൂവ്മെന്റ് എങ്ങോട്ടായിരിക്കും, സ്ക്രൂവിന്റെ മൂവ്മെന്റ് ഈ ഒരു ഡയറക്ഷനിലോട്ടായിരിക്കും.
ഓക്കെ, ആ കാര്യം നോക്കുക. ഡയറക്ഷനാണ് നമുക്ക് ആവശ്യം. സ്ക്രൂവിന്റെ മൂവ്മെന്റ് ഈ ഒരു ഡയറക്ഷനിലോട്ടും നമ്മൾ സ്ക്രൂവിന്റെ ഹെഡിനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു ഡയറക്ഷനിലോട്ടും. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് സ്ക്രൂ നമ്മുടെ ചെമരിലോട്ട് ഫിക്സ് ആയിക്കൊണ്ടേയിരിക്കുന്നത്, അഡ്വാൻസിൽ കയറുന്നത്. അപ്പോ ഈ ഒരു ഡയറക്ഷനിൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ ഇത് അഡ്വാൻസ് ചെയ്ത് പോകുന്ന ഡയറക്ഷൻ എന്താണ്? ഈ അഡ്വാൻസ് ചെയ്ത് പോകുന്ന ഡയറക്ഷൻ നമ്മുടെ കറന്റ് ഡയറക്ഷൻ. ഓക്കെ, അതായത് ഇപ്പൊ ഈ ഒരു സ്ക്രൂവിനെ എടുത്ത് ഇവിടെ ഒന്ന് ഫിക്സ് ചെയ്ത് നോക്കും, ഇവിടെ കുറച്ച് ക്ലിയർ ആവും. ഇതാണ് സ്ക്രൂ. നമ്മൾ എന്ത് ചെയ്യുന്നു? കറണ്ട് കാരി കണ്ടക്ടറിലോട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, ഇങ്ങോട്ട് ഈ ഒരു ഡയറക്ഷനിലോട്ടാണ് നമ്മുടെ സ്ക്രൂ ഇങ്ങനെ അഡ്വാൻസ് ചെയ്ത് പോകുന്നത്. അതായത് ഈ ഒരു ഡയറക്ഷനാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ കറണ്ടിന്റെ ഡയറക്ഷൻ. കറണ്ട് ഒഴുകുന്ന ഏത് ഡയറക്ഷനിലോട്ടാണ്? ഈ ഒരു ഡയറക്ഷനിലോട്ടാണ്. കണ്ടോ, കറണ്ട് ഈ ഒരു ഡയറക്ഷനിലോട്ട് പോകുന്നുണ്ട്. ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഏത് ഡയറക്ഷനിലായിരിക്കും? ആ സ്ക്രൂ റൂൾ അനുസരിച്ചിട്ട് ഇപ്പൊ ഈ സ്ക്രൂ കയറുന്ന ഡയറക്ഷനിലോട്ട് കറണ്ട് പോകുന്നതെങ്കിൽ ഇതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യുന്നു? കണ്ടോ, ഈ ഒരു ഡയറക്ഷനിലോട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കണ്ടോ, ഈ ഒരു ഇങ്ങനത്തെ ഡയറക്ഷൻ, ഈ ഒരു ഡയറക്ഷനിലോട്ട് എന്ത് ചെയ്യും? കറണ്ട് അവിടെ പ്രൊഡ്യൂസ് ചെയ്യും. ഇതാണ് മാക്സ്വെൽസിന്റെ കോർക്ക് സ്ക്രൂ റൂൾ പറയുന്നത്. സ്റ്റേറ്റ്മെന്റ് വായിച്ചു തരാം. If a right-handed corkscrew is imagined to be rotated in such a direction, the tip of the screw advances in the direction of current. Tip of the screw എന്ത് ചെയ്യുന്നു? ഈ ഒരു ഡയറക്ഷനിലോട്ട് അഡ്വാൻസ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്. Then the direction of rotation of the screw gives the direction of magnetic field. അപ്പോൾ ഈ ഏത് ഡയറക്ഷനിലോട്ടാണ് നമ്മൾ സ്ക്രൂ റൊട്ടേറ്റ് ചെയ്യുന്നത്, ആ ഒരു റൊട്ടേഷൻ എന്ത് ചെയ്യണം? ആ ഒരു മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ നമുക്ക് അവിടെ കാണിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ ഈ ഒരു കേസിലാണെങ്കിൽ എന്ത് ചെയ്യും? മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ ഇങ്ങോട്ടാണ് വരുന്നത്, ഈ ഒരു ഡയറക്ഷനിലോട്ട്. ഇനി കറണ്ട് കണ്ടക്ഷന്റെ നമ്മൾ ഒന്നുകൂടി ഒന്ന് മാറ്റി കാണിച്ചു തരാം. കറണ്ട് കണ്ടക്ഷൻ തിരിച്ച് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് കറണ്ട് ഇങ്ങോട്ട് പോകുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു? മാഗ്നറ്റിക് ഫീൽഡ് ഈ ഒരു ഡയറക്ഷനിലോട്ട് ഇങ്ങനെ കിട്ടി. ഇനി ഞാൻ ഇതിന് ജസ്റ്റ് ഒന്ന് തിരിച്ചൊന്ന് പറയുവാണ്. അപ്പോൾ തിരിച്ചു പറയുന്നത് വെച്ചാൽ എന്ത് ചെയ്യുന്നു? കറണ്ടിന്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആക്കി. അപ്പോൾ കറണ്ടിന്റെ ഡയറക്ഷൻ ഇപ്പോൾ ഇങ്ങോട്ട് തിരിച്ചാക്കിയിട്ടുണ്ട്. ഈ ഒരു ഡയറക്ഷനിലോട്ട് ബാറ്ററി തിരിച്ചാൽ മതി, കറണ്ട് ഡയറക്ഷൻ തിരിഞ്ഞോളും. ഇങ്ങോട്ട് തിരിച്ചാക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? നമുക്ക് ഈ ഡയറക്ഷനിലോട്ട് സ്ക്രൂ ചുറ്റാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ കയറ്റാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സ്ക്രൂ നമുക്ക് അഡ്വാൻസ് ചെയ്യിപ്പിക്കണം, ഈ ഒരു ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കണം, അല്ലെങ്കിൽ എന്ത് ചെയ്യും? സ്ക്രൂ ഊരി വരത്തേ ഉള്ളൂ. നമ്മൾ ചെമറിൽ ഫിക്സ് ചെയ്യുന്ന കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. ഫിക്സ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം? ഈ ഒരു ഡയറക്ഷനിലോട്ട് തന്നെ റൊട്ടേറ്റ് ചെയ്യണം. ഇപ്പൊ എന്ത് ചെയ്തു? ഈ ഒരു ഡയറക്ഷനിലോട്ട് കറണ്ട് പോകുന്നുണ്ട്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്തുമായിട്ടായി മാറി? മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇപ്പോൾ ഈ ഒരു ഡയറക്ഷനിലോട്ട് ഇങ്ങോട്ടായിട്ട് മാറി. കണ്ടോ, ഇങ്ങനെയാണ് എന്ത് ചെയ്തത്? മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് മാക്സ്വെൽസിന്റെ ഈ ഒരു ക്രോക്ക് സ്ക്രൂ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഇനി നെക്സ്റ്റ് ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്ന മറ്റൊരു കൺസെപ്റ്റ് ആണ് റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എന്നോ ഗ്രിപ്പ് റൂൾ എന്നൊക്കെ പറയും. അതെങ്ങനെയാണ് നോക്കാം. അപ്പൊ അതിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഉണ്ട്. ഇതൊരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ആണ്. ഇവിടെ ഒരു കണ്ടക്ടർ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ തമ്പ് വെച്ച് ഒന്ന് ഇങ്ങനെ ഫിക്സ് ചെയ്യുവാണ്. തമ്പ് നമ്മുടെ കൈ വെച്ച് ഇതിലൊന്ന് പിടിക്കുവാണ്. നമ്മുടെ ഇങ്ങനെ തമ്പ്, ഇതാണ് നമ്മുടെ തമ്പ് വരുന്നത്. നമ്മുടെ തമ്പ് ഫിംഗർ, ബാക്കി ഫിംഗർ എന്ത് ചെയ്യുന്നു? നമ്മളിങ്ങനെ ഇതിൽ ഇങ്ങനെ ക്രോസ് ചെയ്ത് അല്ലെങ്കിൽ ബൗണ്ട് ചെയ്ത് പിടിച്ചിട്ടുണ്ട്. നമ്മൾ ഒരു ഹോൾഡ് ചെയ്യുന്നു. ആ ഒരു കൺസെപ്റ്റ് എടുത്താൽ മതി. ഇങ്ങനെ നമ്മൾ കൈകൊണ്ട് പിടിച്ചിട്ടുണ്ട്. ഓക്കെ, കൈകൊണ്ട് ഇനിയിപ്പോൾ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് ഇവിടെ പറയുന്നത് നമ്മുടെ ഈ തമ്പ് എങ്ങോട്ടാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്? ഇപ്പൊ നമ്മുടെ തമ്പ് എങ്ങോട്ടാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്? അപ്വേർഡ് ഡയറക്ഷൻ ആണ്. അപ്വേർഡ് ഡയറക്ഷനിലോട്ട് നമ്മൾ തമ്പ് ഇരിക്കുന്നത്. അപ്പൊ ഈ തമ്പ് ഇരിക്കുന്ന ഡയറക്ഷൻ കാണിക്കുന്നത് കറണ്ടിന്റെ ഡയറക്ഷൻ ആണ്. ഈ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്ന ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ, കറണ്ട് ക്യാരിങ് കണ്ടക്ടറിൽ നമ്മൾ ഇപ്പോൾ എന്ത് ചെയ്യും? നമ്മളിങ്ങനെ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമ്മുടെ തമ്പ് കാണിക്കുന്നത് ഈ ഒരു കറണ്ടിന്റെ ഡയറക്ഷനും, ഇത് ഈ നമ്മുടെ ഈ ഒരു നമ്മുടെ ഫിംഗേഴ്സ് ഉണ്ട്, ബാക്കി 4 ഫിംഗേഴ്സ് നമ്മളിങ്ങനെ ഹോൾഡ് ചെയ്തിരിക്കുമല്ലോ അതിനെ. അപ്പോൾ ഹോൾഡ് ചെയ്ത് ആ ഫിംഗർ കാണിക്കുന്നത് എന്താണ്? നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനാണ്. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു തമ്പ് റൂൾ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡിൽ മാത്രമല്ല, നമ്മൾ ആംഗുലാർ മൊമെന്റും ഒക്കെ പഠിക്കുമ്പോൾ ഈ ഒരു തമ്പ് റൂൾ യൂസ് ചെയ്യും. മെക്കാനിക്സ് ഒക്കെ പഠിക്കുന്ന സമയത്ത് ആംഗുലാർ മൊമെന്റും ഒക്കെ നോക്കുമ്പോൾ നമ്മൾ ഈ തമ്പ് റൂൾ അവിടെ യൂസ് ചെയ്യും. അപ്പോൾ ഇത് മിക്കപ്പോഴും നമ്മൾ വെക്ടേഴ്സിന്റെ ഡയറക്ഷൻ കാണിക്കാൻ എന്ത് ചെയ്യും? തമ്പ് റൂൾ അവിടെ യൂസ് ചെയ്യുന്നത്. ഫോർക്ക് സ്ക്രൂ റൂൾ കണ്ടിട്ടില്ല അത്രയും, പക്ഷേ ഈ തമ്പ് റൂൾ നമ്മൾ മിക്കപ്പോഴും ഈ വെക്ടേഴ്സിന്റെ ഡയറക്ഷൻ കാണിക്കാനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെയും പറയുന്നത് ഒരു വെക്ടർ ആണല്ലോ, എന്ത് ചെയ്യാം? ഇവിടെ നമുക്ക് ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് ഡയറക്ഷൻ ചൂസ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ്, ഇപ്പൊ നമ്മുടെ കറണ്ടിന്റെ ഡയറക്ഷൻ തമ്പാണ് ഫോക്കസ് ചെയ്യിപ്പിക്കുന്നതെങ്കിൽ ബാക്കി 4 ഫിംഗേഴ്സ് കാണിക്കുന്നത് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ആണ്. ഇത് നമുക്ക് ഇത് ഇവിടെ എടുത്ത് വെച്ച് നോക്കാം. ഈ ഫിഗറിനെ ജസ്റ്റ് ഒന്ന് പ്ലേസ് ചെയ്ത് നോക്കാം ഇങ്ങോട്ട്. ഓക്കെ, ഇപ്പൊ കണ്ടല്ലോ. നേരത്തെ നമ്മൾ ആ ഒരു സ്ക്രൂ വെച്ച സമയത്ത് നമുക്ക് എന്താണ്? ഈ ഒരു ഡയറക്ഷൻ തന്നെയാണ് കിട്ടിയത്. ഇങ്ങോട്ട് കറണ്ട് അഡ്വാൻസ് ചെയ്ത് പോയപ്പോൾ, അല്ലെങ്കിൽ കറണ്ട് ഡയറക്ഷൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് മാഗ്നറ്റിക് ഫീൽഡ് ഈ ഒരു ഡയറക്ഷൻ തന്നെയാണ് കിട്ടിയത്. ഇനി എന്താണ്? തിരിച്ചു വെച്ച് നോക്കിയാൽ എന്ത് കിട്ടും? തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ നമുക്ക് എന്ത് കിട്ടും? ഇപ്പോൾ
ഡൗൺവേർഡ് കിട്ടും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിന്റെ കേസിൽ നമുക്ക് തമ്പ് റൂൾ അല്ലെങ്കിൽ മാക്സ്വെൽസ് കോർക്സ്ക്രൂ റൂൾ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, അതിന്റെ ഡയറക്ഷൻ നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഇതിൽ ഈ രണ്ട് റൂൾസ് ഒന്ന് അറിഞ്ഞിരിക്കുക. കാരണം മാഗ്നറ്റിക് ഫീൽഡുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഓസ്റ്റേഡ് എക്സ്പെരിമെന്റുമായി ബന്ധപ്പെട്ട് വരുന്ന രണ്ട് കണ്ടീഷൻസ് റൂൾസ് ആണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കാണിക്കാനായിട്ട് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂളും നെക്സ്റ്റ് വൺ മാക്സ്വെൽസ് കോർക്സ്ക്രൂ റൂളും. ഓക്കെ, ഈ ഒരു കേസ് നോക്കുക. നെക്സ്റ്റ് നോക്കേണ്ടത് ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡുമായി ബന്ധപ്പെട്ട് വരുന്ന ഫസ്റ്റ് ലോ ആണ്. നമ്മുടെ ഇലക്ട്രോസ്റ്റാറ്റിക് കൂളംസ് ലോ എന്നൊക്കെ പറയുന്ന പോലെ ഇവിടെ നമുക്ക് എന്താണ് ഫസ്റ്റ് നമുക്ക് പഠിക്കേണ്ട ലോ ആണ് ബയോട്ട് സവേർട്ട് ലോ. ബയോട്ട് സവേർട്ട് ലോ നമ്മൾ 12th പഠിച്ചിട്ടുള്ള ലോ തന്നെയാണ്. ഈ ഒരു ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ മിക്കപ്പോഴും നമ്മൾ ആ ഒരു 12th സ്റ്റാൻഡേർഡ് ബേസ് ചെയ്ത് ഹയർ സെക്കൻഡറി ബേസ് ചെയ്ത് വരുന്ന ലോസും ബാക്കി കാര്യങ്ങൾ തന്നെയാണ്. ചെറിയ ചെറിയ വേരിയേഷൻ മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, നോക്കാം. ഇത് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് ബയോട്ട് സവേർട്ട് ലോ. നമുക്കിനി അറിയേണ്ടത് ഈ ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിൽ എത്രത്തോളം മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതായത് ഇപ്പോൾ ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ കാരണം ഈ ഒരു പോയിന്റ് പിയിൽ എത്രത്തോളം മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ കിട്ടുന്നു. ഇതിനകത്തെ ഡിസ്റ്റൻസ് ആറിലാണ് ഇരിക്കുന്നത്. ഓക്കെ, ഡിസ്റ്റൻസ് ഇവിടെ ആറാണ്. കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ആണ് ഈ ഫസ്റ്റ് വരച്ചിരിക്കുന്നത്. കറണ്ട് ക്യാരിങ് കണ്ടക്ടർ അതിൽ നിന്ന് എന്ത് ചെയ്യുന്നു, മറ്റേ ഡിസ്റ്റൻസ് ആറിൽ ഒരു പോയിന്റ് പി കൺസിഡർ ചെയ്യണം. അപ്പോൾ ആ ഒരു പോയിന്റ് പിയിൽ കിട്ടുന്ന മാഗ്നറ്റിക് ഫീൽഡ് ആണ് നമുക്ക് അവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് പാരാമീറ്റേഴ്സ് പറയാം. നമ്മളന്ന് കോളംസ് ലോ പറഞ്ഞല്ലോ, ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു Q1 Q2 ഫസ്റ്റ് പറഞ്ഞത്. രണ്ട് ചാർജസ് ഉണ്ടെങ്കിൽ അതിന്റെ പ്രൊഡക്റ്റിന് ഈക്വൽ ആണ് ബട്ട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ 1/r². ഇങ്ങനെ കുറച്ച് കണ്ടീഷൻസ് ഒക്കെ പറഞ്ഞ പോലെയാണ് ഇവിടെ എന്ത് ചെയ്യണം, ഇതുപോലെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇവിടെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന്. അപ്പോൾ ഫസ്റ്റ് ഫാക്ടർ, the magnetic field at any point due to an element of conductor, current carrying conductor is depending on first directly proportional to the quantities നോക്കാം. Directly proportional to A, strength of the current. Strength of the current. അതായത് നമ്മൾ നേരത്തെ ആ ഒരു ഓക്സൈഡ് എക്സ്പെരിമെന്റ് ചെയ്തല്ലോ. അപ്പോൾ ഓക്സൈഡ് എക്സ്പെരിമെന്റ് ചെയ്ത സമയത്ത് ഇപ്പൊ ഞാൻ അവിടെ യൂസ് ചെയ്ത ഒരു കോമൺലി ആയിട്ടുള്ള സാധാ ഒരു ബാറ്ററി ആണ്. പക്ഷേ ഞാൻ അവിടെ ഒരു വേരിയബിൾ വോൾട്ടേജ് സോഴ്സോ അല്ലെങ്കിൽ ബാറ്ററിയിൽ നിന്ന് ഒരു റിയോ സ്റ്റേറ്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാം, അവിടെ കറണ്ട് വേരി ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഒരു സ്വിച്ച് ഓൺ ചെയ്തതിനു ശേഷം ആ റിയോ സ്റ്റേറ്റ് ഒന്ന് മൂവ് ചെയ്ത് വെച്ചോളൂ. അപ്പോൾ റിയോ സ്റ്റേറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടുത്തെ ആ ഒരു കറണ്ടിന്റെ വേരിയേഷൻ വരുത്താൻ പറ്റും. ഇപ്പോൾ കറണ്ട് വേരിയേഷൻ വരുന്നതനുസരിച്ച് നമുക്ക് ആ ഒരു കോമ്പസ് ബോക്സിൽ എന്ത് ചെയ്യും, ഡിഫ്ലക്ഷന്റെ അളവും കൂടുകയും കുറയുകയും ചെയ്യും. ഓക്കെ, നിങ്ങൾക്ക് അത് വേണമെങ്കിൽ എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കാം ലാബിലൊക്കെ. ഒരു കോമ്പസ് ബോക്സ് എടുത്ത് വെച്ചതിന് ശേഷം ജസ്റ്റ് ഒരു കോപ്പർ ഇൻസുലേറ്റഡ് ആയിട്ട് കോപ്പർ വയർ എന്ത് ചെയ്യണം, പൗണ്ട് ചെയ്യണം. അതിനുശേഷം ബാറ്ററി സോഴ്സ് ആയിട്ട് കണക്ട് ചെയ്യുക. ഡയറക്റ്റ് കറണ്ട് അല്ല, ബാറ്ററി സോഴ്സ് ആണ്. ബാറ്ററി സോഴ്സ് ആയിട്ട് കണക്ട് ചെയ്യുക, റിയോ സ്റ്റേറ്റ് കണക്ട് ചെയ്യുക. റിയോ സ്റ്റേറ്റ് നിങ്ങൾ മൂവ് ചെയ്യുന്നതനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, അവിടുത്തെ ഡിഫ്ലക്ഷന്റെ വേരിയേഷൻ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നുണ്ട് സർക്കുലർ കോയിൽ അപ്പാരറ്റസ് എന്ന് പറഞ്ഞിട്ട് എസിക്സിൽ ഒരു എക്സ്പെരിമെന്റ് ഉണ്ട്. കാലിബ്രേഷൻ ഓഫ് അമ്മീറ്റർ എന്നും ഡിറ്റർമിനേഷൻ ഓഫ് എം ആൻഡ് ബീസ് എന്ന് പറഞ്ഞിട്ട് സർക്കുലർ കോയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ചെയ്യുന്നത് ഇതേ എക്സ്പെരിമെന്റ് ആണ്. അവിടെ നമ്മൾ കറണ്ടിന്റെ സ്ട്രെങ്ത് കൂടുന്നതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു കോമ്പസ് ബോക്സിൽ ഡിഫ്ലക്ഷന്റെ അളവ് നമുക്ക് മാറ്റാൻ പറ്റും. അതാണ് പറയുന്നത് ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ട്രെങ്ത് ഓഫ് ദ കറണ്ട്. ഒരു കണ്ടക്ടറിൽ കൂടി പോകുന്ന കറണ്ട് എന്ത് ചെയ്യും, അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ആണ് എന്ത് ഡിപ്പെൻഡ് ചെയ്ത് നോക്കുന്നത്, മാഗ്നറ്റിക് ഫീൽഡ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് പറയുന്നത്. ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെങ്ത് ഓഫ് ദ കണ്ടക്ടർ. കറണ്ട് കൂടി കഴിഞ്ഞാൽ സ്ട്രെങ്തും കൂടും. Secondly, directly proportional to the length of the element. ഇവിടുത്തെ ഈ ഒരു എലമെന്റിന്റെ ലെങ്ത് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ അത് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. കാരണം ലെങ്ത് കൂടി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, അത്രത്തോളം കറണ്ട് കണ്ടക്ടറോടെ കിട്ടത്തില്ലേ. അപ്പോൾ അത്രയും കണ്ടക്ടർ വന്നു കഴിഞ്ഞാൽ അത്രയും കറണ്ട് പോകും. കറണ്ട് പോകുന്ന സമയത്ത് അത്രയും മാഗ്നറ്റിക് ഫീൽഡ് അവിടെ കിട്ടും. അപ്പോൾ ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ എന്ത് ചെയ്യുന്നു, അവിടെ നമുക്ക് അതൊരു ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടറാണ്. അതാണ് നമ്മുടെ കോപ്പർ, നമ്മളിപ്പോൾ ഒരു മോട്ടർ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് കോപ്പർ കോയിൽസ് കാണും. ഈ കോയിൽസ് എന്താണ് ഒരുപാട് പ്രാവശ്യം നമ്മൾ വൗണ്ട് ചെയ്തിട്ടുണ്ട്. ഒറ്റ കോയിൽ അല്ല, അല്ലെങ്കിൽ ഒറ്റ ലൂപ്പ് അല്ല, എന്താണ് മൾട്ടിപ്പിൾ ടൈംസ് ഇങ്ങനെ വൗണ്ട് ചെയ്താണ് നമ്മൾ കോപ്പർ കോയിൽസ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ്സ് ഉണ്ടാക്കുന്നത്. അതിന്റെ റീസൺ ആണ് ലെങ്ത് കൂടി, ലെങ്ത് ഓഫ് ദ എലമെന്റ് കൂടി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, അത്രയും മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് അവിടെ എൻക്ലോസ് ചെയ്യിപ്പിക്കാൻ പറ്റും. ഇത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ക്വാണ്ടിറ്റി ആണ്. ഇനി മൂന്നാമത്തത്, ഇവിടെ ഇതിപ്പോ സ്ട്രൈറ്റ് ലൈൻ നോക്കിക്കഴിഞ്ഞാൽ സൈൻ ഓഫ് സ്ട്രൈറ്റ് ലൈൻ നമുക്ക് കിട്ടത്തില്ല. ഞാൻ കണ്ടീഷൻ പറഞ്ഞുതരാം. അത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ആംഗിൾ തീറ്റ, ഈ കണ്ടക്ടറും നമ്മുടെ ഈ പോയിന്റ് പി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു തീറ്റ ആംഗിൾ അവിടെ കൺസിഡർ ചെയ്യണം. തീറ്റ ആംഗിളാണ് ഈ പോയിന്റ് ഇരിക്കുന്നത്. അപ്പോൾ അത് എന്ത് ചെയ്യുന്നുണ്ട്, directly അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടറാണ്. ദാറ്റ് ഈസ് സൈൻ ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ എലമെന്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് കറന്റ് ആൻഡ് ദ ലൈൻ ജോയിൻ ദ എലമെന്റ് ടു ദ പി. പി എന്ന് പറഞ്ഞ പോയിന്റും
കണ്ടക്ടർ തമ്മിലുള്ള ആ ലൈൻ ജോയിൻ ചെയ്യുന്ന ലൈനും ഈ ഒരു കണ്ടക്ടർ മേക്ക് ചെയ്യുന്ന ആംഗിളാണ് തീറ്റ. അതിന്റെ സൈൻ തീറ്റ കമ്പോണന്റ് എന്ത് ചെയ്യുന്നുണ്ട്? ദാറ്റ് ഈസ് സി. സൈൻ തീറ്റ കമ്പോണന്റ് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിനെ ഡയറക്ട്ലി ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടറാണ്. ഇത്രയുമാണ് നമുക്ക് ഡയറക്ട്ലി ഡിപ്പെൻഡൻസി ഉള്ളത്. ഇനി ഒരു കാര്യം പറഞ്ഞുതരാം. ദാറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിട്ട് വരുന്ന ക്വാണ്ടിറ്റി ആണെന്ന് നോക്കാം. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിട്ട് വരുന്ന ഡിസ്റ്റൻസ് ഞാൻ പോയിന്റ് പി ഇവിടെ എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും? എനിക്ക് മാഗ്നറ്റിക് ഫീൽഡ് കുറവായിരിക്കും. ആറിന്റെ ഡിസ്റ്റൻസ് എന്ത് ചെയ്തു? കൂടിയിട്ടുണ്ട്. ഈ പോയിന്റ് ഇവിടെ എടുത്താൽ ഇതിനെക്കാട്ടിയും കുറച്ച് കൂടുതലായിരിക്കും, ബട്ട് ഇതിനെക്കാട്ടി എന്താണ്? കുറവാണ്. പക്ഷെ പോയിന്റ് പി ഇവിടെ കൺസിഡർ ചെയ്ത് എന്തായിരിക്കും? അത് ഏറ്റവും കൂടുതൽ മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് അവിടെ കിട്ടും. അപ്പൊ എന്ത് ചെയ്യുന്നു? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ റിലേഷൻ ഉള്ളത് നമ്മുടെ ഈ ഒരു ഡിസ്റ്റൻസിനാണ്. ദാറ്റ് ഈസ് 1/r². ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/r². അതാണ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ വരുന്നത്. അപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റീസ് ആണ് നമ്മൾ ബയോട്ട്-സാവർട്ട് ലോയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് കമ്പയർ ചെയ്ത് ഒരു ഇക്വേഷൻ ആക്കാം. നമ്മൾ സ്റ്റേറ്റ്മെന്റ് മാത്രമേ പറയുന്നുള്ളൂ. ഇനി എന്ത് ചെയ്യണം? ഇക്വേഷനിലോട്ട് മാറ്റണം. ദാറ്റ് ഈസ് ഇപ്പോൾ നമ്മൾ ഈ ഒരു എലമെന്റൽ ഏരിയ അല്ലെങ്കിൽ ഈ ഒരു സ്മോൾ റീജിയൻ, ഒരു കണ്ടക്ടർ ട്രീ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു റീജിയനിലുള്ള കേസിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ആണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ഇപ്പോൾ സ്മോൾ എടുത്തതിന് ശേഷം ഇന്റഗ്രേറ്റ് ചെയ്ത് എന്ത് ചെയ്യാം? ടോട്ടൽ കണ്ടുപിടിക്കാം. അപ്പോൾ സ്മോൾ എലമെന്റ് ആയതുകൊണ്ട് തന്നെ സ്മോൾ ചാർജ് മാഗ്നറ്റിക് ഫീൽഡ് കാണിക്കാൻ dB, ചെറിയ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു I. കറന്റ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. സെക്കൻഡ്ലി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു dl, ആ ചെറിയൊരു ലെങ്ത്, എലമെന്റൽ ലെങ്ത്, ഈ ഒരു ലെങ്ത് dl, ലെങ്ത് ഓഫ് ദ എലമെന്റ്, അതിന് പ്രൊപ്പോർഷണൽ ആണ്. അഗൈൻ ഇതിന് പിന്നെ സൈൻ തീറ്റയ്ക്ക് എന്താണ്? പ്രൊപ്പോർഷണൽ ആണ് സൈൻ തീറ്റ. ഇതെല്ലാം കൂടി ഒന്ന് കമ്പൈൻ ചെയ്ത് എഴുതുക. കമ്പൈൻ ചെയ്യുമ്പോൾ dB which is equal to I into dl സൈൻ തീറ്റ, ഐഡിയൽ സൈൻ തീറ്റ എന്ന് കിട്ടും. ഡിവൈഡ് ബൈ 1/r² അല്ലേ? r² കൂടി വരും. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് ആണ് എന്ത് പറയുന്നത്? നമ്മുടെ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്, ഈക്വൽ ടു വന്നിട്ടില്ല, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു. ഇതിനാണ് എന്ത് പറയുന്നത്? ബയോട്ട്-സാവർട്ട് ലോ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ മാഗ്നറ്റിക് ഫീൽഡ്, സ്മോൾ മാഗ്നറ്റിക് ഫീൽഡ് dB is directly proportional to ideal sin theta by r². ഇനി ഇവിടെ കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി മാറ്റാനായിട്ട്, ഈ പ്രൊപ്പോർഷണൽ മാറ്റാനായിട്ട് എന്ത് ചെയ്യണം? ഒരു കോൺസ്റ്റന്റ് കൊണ്ട് അവിടെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന കോൺസ്റ്റന്റ് പറയുന്ന പേരാണ് പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് എന്ന് പറയും, mu. കഴിഞ്ഞ ദിവസം പഠിച്ച സസെപ്റ്റബിലിറ്റി ആയിരുന്നു. ഇവിടെ നമ്മൾ പഠിക്കുന്നത് എന്താണ്? പെർമിയബിലിറ്റി. മറ്റേത് പെർമിറ്റിവിറ്റി ആണ്. ഇലക്ട്രോഡൈനാമിക്സ് ഇലക്ട്രോസ്റ്റാറ്റിക്കുമായി ബന്ധപ്പെട്ട് വരുന്ന പെർമിറ്റിവിറ്റി എപ്സിലോൺ ആറും എപ്സിലോൺ സീറോ ഒക്കെയാണ്. കഴിഞ്ഞ ദിവസം പഠിച്ചില്ലേ? എപ്സിലോൺ ആർ ബൈ എപ്സിലോൺ സീറോ ഈക്വൽ ടു 1 പ്ലസ് psi 0 psi e. psi എന്തായിരുന്നു? സസെപ്റ്റബിലിറ്റി ആണ്. ഓക്കെ, അപ്പോൾ സസെപ്റ്റബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രത്തോളം പോളറൈസേഷൻ ഉണ്ടാക്കാൻ പറ്റും, ആ ഒരു മെഷർമെന്റിന് സസെപ്റ്റബിലിറ്റി എന്ന് പറയും. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന കോൺസ്റ്റന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ dB which is equal to mu0 by, ഇത് mu ആണ്, ഗ്രീക്ക് ലെറ്റർ mu0 by 4 pi into ideal sin theta by r². ഓക്കെ, ഇതിപ്പോ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്, ഇതിപ്പോ ഒരു വാക്യത്തിരിക്കുന്ന കേസാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് മാറ്റിയിട്ട് ഒരു മീഡിയത്തിന്റെ റിലേറ്റീവ് പെർമിയബിലിറ്റി വെച്ച് കൊടുക്കാം. ഓക്കെ, പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് മാറ്റിയിട്ട് റിലേറ്റീവ് പെർമിയബിലിറ്റി ആക്കി കൊടുക്കാം. എന്താ പറ്റും? dB is equal to mu0 into mu r കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. mu r എന്ന് വെച്ചാൽ അവിടുത്തെ റിലേറ്റീവ് പെർമിയബിലിറ്റി ആണ്, പെർമിറ്റിവിറ്റി അല്ല, പെർമിയബിലിറ്റി. ഓക്കെ, വേർഡ് കറക്റ്റ് ആയിട്ട് നോക്കുക, പെർമിയബിലിറ്റി ആണ്. mu r into ideal sin theta by r². ഇതാണ് കിട്ടുന്നത്. That is mu0 is equal to permeability of free space, mu0 is equal to 4 pi into 10 raised to minus 7 Henry per meter, ഇല്ലെങ്കിൽ Weber per ampere per meter or Tesla per ampere meter. ഓക്കെ, ഇത് 3 യൂണിറ്റ്സ് ഉണ്ട്, ഏതെങ്കിലും ഒന്ന് പഠിച്ചു വെച്ചാൽ മതി യൂണിറ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് അവിടെ പെർമിയബിലിറ്റിയുടെ വാല്യൂ വരുന്നത്. 4 pi into 10 raised to minus 7 Henry per meter, Weber per area per meter per ampere, ഏരിയ അല്ല ആംപിയർ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് അവിടെ വരുന്ന ഇക്വേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ബയോട്ട്-സാവർട്ട് ലോ മനസ്സിലായെന്ന് തോന്നുന്നു. ദാറ്റ് ഇസ് dB is equal to mu0 mu r into ideal sin theta by r². ഇനി രണ്ട് കണ്ടീഷൻ കൂടി നോക്കാം. ഇപ്പോൾ നമുക്ക് സൈൻ തീറ്റ കമ്പോണന്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? കണ്ടീഷൻസ് അപ്ലൈ ചെയ്യണം, തീറ്റയുടെ വാല്യൂസ്. അപ്പോൾ തീറ്റയുടെ വാല്യൂസ് ഇപ്പോൾ നമുക്ക് ആംഗിൾ തീറ്റ ഉണ്ട്,
ഇനി ഇത് പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്നെങ്കിൽ തീറ്റയുടെ വാല്യൂ 0 ആവും. തീറ്റയുടെ വാല്യൂ 0 ആവുന്ന കേസിൽ ദാറ്റ് ഈസ് വെൻ തീറ്റ ഈസ് ഈക്വൽ ടു 0 സൈൻ തീറ്റ 0 കഴിഞ്ഞാൽ സൈൻ 0 എന്താണ്? സൈൻ 0 എന്ന് പറയുന്നത് അവിടെ 0 ആണ്. ഈ ഒരു ക്വാണ്ടിറ്റി എന്താ ഇപ്പോൾ ഇവിടെ ഇൻഡു അല്ലേ കിടക്കുന്നത്, അതുകൊണ്ട് എന്താ ഇപ്പോൾ ഡി ബി is equal to 0. അവിടെ എന്തില്ല? മാഗ്നറ്റിക് ഫീൽഡ് ഇല്ല. ആ തീറ്റയുടെ വാല്യൂ 0 ആവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഇല്ല. അപ്പോൾ തീറ്റയുടെ ആംഗിൾ 0 വെച്ചാൽ ഈ ഒരു ഇതിന്റെ ലൈൻ പെർപെൻഡിക്കുലർ ആയിട്ട് പാരലൽ ആയിട്ട് വരിക. ഇപ്പോൾ കണ്ടക്ടർ എങ്കിൽ ആ കണ്ടക്ടറിന്റെ അതേ ഡയറക്ഷനിൽ നമ്മൾ ഒരു വേറെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ എന്തില്ല? മാഗ്നറ്റിക് ഫീൽഡ് കാണത്തില്ല. സൈഡ് വൈസ് മാത്രമേ എന്തുള്ളൂ? മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളൂ. നേരത്തെ നമ്മൾ ആ ഒരു റൈറ്റ് ഹാൻഡ് റൂൾ വെച്ച് പറഞ്ഞപ്പോൾ അങ്ങനെയല്ലേ കിട്ടിയത്. എന്താണ് ഇപ്പോൾ ഒരു കറണ്ട് കണ്ടക്ടർ ആണെങ്കിൽ ഇതിന് ചുറ്റും മാത്രമേ എന്തുള്ളൂ? മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളൂ. അത് ഈ ഒരു ഡയറക്ഷനിൽ എന്തില്ല? മാഗ്നറ്റിക് ഫീൽഡ്. ഇതാണ് കറണ്ടിന്റെ ഡയറക്ഷൻ. ഈ ഡയറക്ഷനിൽ എന്തില്ല? മാഗ്നറ്റിക് ഫീൽഡ് ഇല്ല. അതിന്റെ ചുറ്റും മാത്രമേ എന്തുള്ളൂ? മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളൂ. അതാണ് അവിടെ പറയുന്ന സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ സൈൻ എന്ത് കൊടുക്കുന്നു? 90 ഡിഗ്രി കൊടുക്കുകയാണ്. സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു തീറ്റ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. സൈൻ 90 എന്താണ്? 1 ആണ്. മാക്സിമം വാല്യൂ കിട്ടും. ഇവിടുത്തെ ഇക്വേഷൻ എന്തായിട്ട് മാറും? ദാറ്റ് ഈസ് ഡി ബി ഈസ് ഈക്വൽ ടു ഐഡിയൽ ബൈ ആർ സ്ക്വയർ ഇൻറ്റു മ്യൂ ആർ എന്നായിട്ട് മാറും. അതായത് എന്താണ്? നമുക്ക് ആ ഒരു ടൈമിൽ അല്ലെങ്കിൽ ഇവിടെ പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മളൊരു പോയിന്റ് കൺസിഡർ ചെയ്താൽ കണ്ടോ, ഈ ഒരു പോയിന്റ് നമ്മൾ പെർപെൻഡിക്കുലർ ആയിട്ട് ഇങ്ങനെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? മാക്സിമം മാഗ്നറ്റിക് ഫീൽഡ് അവിടെ കിട്ടും. Okay, that is the magnetic field is maximum in a plane perpendicular to the current element and passing through its axis. Okay, ഇതാണ് രണ്ട് കണ്ടീഷൻ ബയോട്ട് സാവർട്ട് ലോയിൽ ഉള്ളത്.